ഇന്ന് നോക്കുന്ന ക്വസ്റ്റ്യന് 16/4/2024 നടത്തിയ പോലീസ് കോൺസ്റ്റബിൾ ഡ്രൈവർ എക്സാമിന്റെ ക്വസ്റ്റ്യൻ പേപ്പറാണ്. ക്വസ്റ്റ്യൻ പേപ്പർ കോഡ് വരുന്നത് 39/2024. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ, യുനെസ്കോയുടെ ലോക പൈതൃക പദവി ലഭിച്ച ഇന്ത്യയിലെ സർവകലാശാല. ഓപ്ഷൻ എ വിശ്വഭാരതി സർവകലാശാല, ഓപ്ഷൻ ബി ജാമിയ മിലിയ സർവകലാശാല, ഓപ്ഷൻ സി ജവഹർലാൽ നെഹ്റു സർവകലാശാല, ഓപ്ഷൻ ഡി കേരള സർവകലാശാല. ആൻസർ ആയിട്ട് വരുന്നത് ഓപ്ഷൻ എ വിശ്വഭാരതി സർവകലാശാലയാണ്. യുനെസ്കോയുടെ ലോക പൈതൃക പദവി ലഭിച്ച ഇന്ത്യയിലെ സർവകലാശാലയാണ് വിശ്വഭാരതി സർവകലാശാല. ഈ വിശ്വഭാരതി സർവകലാശാലയുടെ ആദ്യകാല പേര് അറിയപ്പെടുന്നത് ശാന്തിനികേതൻ എന്നായിരുന്നു കേട്ടോ. വിശ്വഭാരതി സർവകലാശാലയുടെ ആദ്യകാല പേരാണ് ശാന്തിനികേതൻ. നിലവിൽ വന്നത് 1901 1901 ശാന്തിനികേതൻ നിലവിൽ വരുന്നത്. ഇനി ശാന്തിനികേതൻ വിശ്വഭാരതി സർവകലാശാലയായി മാറിയ വർഷമാണ് 1921. ശാന്തിനികേതൻ വിശ്വഭാരതി സർവകലാശാലയായി മാറിയത് 1921. ഇനി വിശ്വഭാരതി സർവകലാശാലയുടെ സ്ഥാപകൻ ആരാണെന്ന് വെച്ചാൽ അത് രവീന്ദ്രനാഥ ടാഗോറാണ്. വിശ്വഭാരതി സർവകലാശാലയുടെ സ്ഥാപകൻ ആരാണ്? അത് രവീന്ദ്രനാഥ ടാഗോറാണ്. ഇനി വിശ്വഭാരതി സർവകലാശാല സ്ഥിതി ചെയ്യുന്നത് വെസ്റ്റ് ബംഗാൾ, പശ്ചിമ ബംഗാളിലാണ് കേട്ടോ. വിശ്വഭാരതി സർവകലാശാല സ്ഥിതി ചെയ്യുന്നത് പശ്ചിമ ബംഗാളിലാണ്. ഇനി രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, JC ഡാനിയൽ പുരസ്കാരം ആദ്യമായി ലഭിച്ചത് ആർക്കാണ്? ഓപ്ഷൻ എ തിക്കുറിശി സുകുമാരൻ നായർ, ഓപ്ഷൻ ബി ശ്രീകുമാരൻ തമ്പി, ഓപ്ഷൻ സി അടൂർ ഗോപാലകൃഷ്ണൻ, ഓപ്ഷൻ ഡി TE വാസുദേവൻ. ഇവിടെ ആൻസർ ആയിട്ട് വരുന്നത് ഓപ്ഷൻ ഡി TE വാസുദേവനാണ്. JC ഡാനിയൽ പുരസ്കാരം ആദ്യമായി ലഭിച്ചത് TE വാസുദേവനാണ്. ഇനി മലയാള സിനിമയുടെ പിതാവ് എന്നറിയപ്പെടുന്നതാണ് JC ഡാനിയൽ. മലയാള സിനിമയുടെ പിതാവ് എന്നറിയപ്പെടുന്നത് ആരാണ്? അത് JC ഡാനിയൽ ആണ് കേട്ടോ. ഇനി വിഗതകുമാരൻ എന്ന സിനിമ സംവിധാനം ചെയ്തത് ആരാണെന്ന് വെച്ചാൽ അത് JC ഡാനിയൽ ആണ്. ഇനി JC ഡാനിയൽ അവാർഡ് നൽകുന്നത് കേരള സർക്കാരാണ്. JC ഡാനിയൽ അവാർഡ് നൽകുന്നത് കേരള സർക്കാരാണ്. ഇനി JC ഡാനിയൽ അവാർഡ് ഏർപ്പെടുത്തിയ വർഷം 1992. JC ഡാനിയൽ അവാർഡ് ഏർപ്പെടുത്തിയ വർഷമാണ് 1992. ആദ്യമായി ലഭിച്ച വ്യക്തിയാണ് TE വാസുദേവൻ. 1992 ആദ്യമായി ലഭിച്ച വ്യക്തിയാണ് TE വാസുദേവൻ. ലഭിച്ച വർഷം 1992. ഇനി JC ഡാനിയൽ അവാർഡ് നേടിയ ആദ്യ വനിതയാണ് ആറന്മുള പൊന്നമ്മ. JC ഡാനിയൽ അവാർഡ് നേടിയ ആദ്യ വനിതയാണ് ആറന്മുള പൊന്നമ്മ. 2016 അടൂർ ഗോപാലകൃഷ്ണൻ ലഭിക്കുന്നത്. 2016 JC ഡാനിയൽ അവാർഡ് ലഭിക്കുന്നത് അത് അടൂർ ഗോപാലകൃഷ്ണനാണ്. ഇനി 2023 കിട്ടിയത് ഷാജി N കരുണിനാണ് കേട്ടോ. 2023 ഷാജി N കരുണിനാണ്. ഇനി മൂന്നാമത്തെ ക്വസ്റ്റ്യൻ, കോമൺവെൽത്ത് ഗെയിംസ് ആദ്യമായി നടന്നത് എവിടെയാണ്? ഓപ്ഷൻ എ ന്യൂഡൽഹി, ഓപ്ഷൻ ബി സിഡ്നി, ഓപ്ഷൻ സി ഹാമിൽട്ടൺ, ഓപ്ഷൻ ഡി ഗ്ലാസ്ഗോ. അപ്പം ആൻസർ ആയിട്ട് വരുന്ന ഓപ്ഷൻ സി ഹാമിൽട്ടൺ ആണ് കേട്ടോ. കോമൺവെൽത്ത് ഗെയിംസ് ആദ്യമായി നടന്നത് ഹാമിൽട്ടൺ ആണ്. ഇനി ആദ്യ കോമൺവെൽത്ത് ഗെയിംസ് നടന്ന വർഷം ചോദിച്ചാൽ അത് 1930 ആദ്യമായിട്ട് കോമൺവെൽത്ത് ഗെയിംസ് നടന്ന വർഷം 1930 കേട്ടോ. 1930. വേദി ചോദിച്ചാല് ഹാമിൽട്ടൺ, കാനഡയാണ്. ഇനി പ്രഥമ കോമൺവെൽത്ത് ഗെയിംസിൽ പങ്കെടുത്ത രാജ്യങ്ങളുടെ എണ്ണം 11. പ്രഥമ കോമൺവെൽത്ത് ഗെയിംസിൽ പങ്കെടുത്ത രാജ്യങ്ങളുടെ എണ്ണമാണ് 11. ഇനി കോമൺവെൽത്ത് ഗെയിംസിന്റെ പിതാവ് എന്നറിയപ്പെടുന്ന ആരാണ്? കോമൺവെൽത്ത് ഗെയിംസിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത് അത് ആഷ്ലി കൂപ്പർ ആണ് കേട്ടോ. ആഷ്ലി കൂപ്പർ ആണ്. ഇനി ഇന്ത്യ ആദ്യമായി പങ്കെടുത്ത കോമൺവെൽത്ത് ഗെയിംസ് 1934. ഇന്ത്യ ആദ്യമായി പങ്കെടുത്ത കോമൺവെൽത്ത് ഗെയിംസ് നടന്ന വർഷം 1934. വേദി ലണ്ടൻ ആയിരുന്നു. വേദി ലണ്ടൻ ആണ്. നാലാമത്തെ ക്വസ്റ്റ്യൻ, ഹാങ്ജോ ഏഷ്യൻ ഗെയിംസിൽ ഇന്ത്യക്ക് എത്ര മെഡൽ ലഭിച്ചു? ഓപ്ഷൻ എ 88, ഓപ്ഷൻ ബി 115, ഓപ്ഷൻ സി 96, ഓപ്ഷൻ ഡി 107. ഇവിടെ ആൻസർ ആയിട്ട് വരുന്നത് ഓപ്ഷൻ ഡി 107 ആണ് കേട്ടോ. ഹാങ്ജോ ഏഷ്യൻ ഗെയിംസിൽ ഇന്ത്യക്ക് എത്ര മെഡൽ ലഭിച്ചു? അത് 107 ആണ്. ഇനി 19ാമത് ഏഷ്യൻ ഗെയിംസ് 2022. 19ാമത് ഏഷ്യൻ ഗെയിംസ് 2022 ആണ്. 2022 നടക്കേണ്ടിരുന്ന ഏഷ്യൻ ഗെയിംസ് കോവിഡ് കാരണമാണ് 2023 മാറ്റിയത്. ഇനി വേദി ചോദിച്ചാല്
അത് ഹാങ്ഷോ ചൈനയാണ് കേട്ടോ. ഹാങ്ഷോ ചൈനയാണ്. ഇനി ആപ്തവാക്യം 19ാമത് ഏഷ്യൻ ഗെയിംസിന്റെ ആപ്തവാക്യം ചോദിച്ചാൽ ഹേർട്ട് ടു അറ്റ് ഫ്യൂച്ചർ ആണ് കേട്ടോ. ടു ഹേർട്ട് അറ്റ് ഫ്യൂച്ചർ, ഹൃദയങ്ങളിൽ നിന്ന് ഹൃദയത്തിലൂടെ ഭാവിയിലേക്ക്. ഇനി ഒന്നാം സ്ഥാനം ചൈനയ്ക്കായിരുന്നു. ഒന്നാം സ്ഥാനം ചൈനയ്ക്കായിരുന്നു. രണ്ടാം സ്ഥാനം നേടിയത് ജപ്പാനാണ്. രണ്ടാം സ്ഥാനം ജപ്പാനാണ്. മൂന്നാം സ്ഥാനം ദക്ഷിണ കൊറിയയാണ്. മൂന്നാം സ്ഥാനം ലഭിച്ചത് ദക്ഷിണ കൊറിയ. ഇനി 4ാം സ്ഥാനമായിരുന്നു ഇന്ത്യക്ക്. 19ാമത് ഏഷ്യൻ ഗെയിംസിലെ 4ാം സ്ഥാനം ലഭിച്ചത് ഇന്ത്യക്കായിരുന്നു. 28 സ്വർണം, 38 വെള്ളി, 41 വെങ്കലം, ടോട്ടല് 107 മെഡലുകളാണ് ഇന്ത്യക്ക് ലഭിച്ചത്. ഇനി ഏഷ്യൻ ഗെയിംസിൽ പുതുതായി ഉൾപ്പെടുത്തിയ കായിക ഇനങ്ങളായിരുന്നു ഈ സ്പോർട്സും ബ്രേക്ക് ഡാൻസും ആയിരുന്നു കേട്ടോ. ഇനി ഉദ്ഘാടനം ചെയ്തത് ഷീ ജിൻപിങ് ആയിരുന്നു. ചൈനീസ് പ്രസിഡന്റ് ആയിട്ടുള്ള ഷീ ജിൻപിങ് ആയിരുന്നു ഉദ്ഘാടനം ചെയ്തത് കേട്ടോ. ഇനി ഇന്ത്യ ഏറ്റവും കൂടുതൽ മെഡലുകൾ നേടിയ ഏഷ്യൻ ഗെയിംസ് ആയിരുന്നു. ഇന്ത്യ ഏറ്റവും കൂടുതൽ മെഡലുകൾ നേടിയ ഏഷ്യൻ ഗെയിംസ് ആയിരുന്നു. 107 മെഡലുകളാണ്. ഇനി 20ാമത് ഏഷ്യൻ ഗെയിംസ് 2026 നടക്കാൻ പോകുന്നത് എവിടെയാണ്? 20ാമത് ഏഷ്യൻ ഗെയിംസ് 2026 നടക്കാൻ പോകുന്നത് അത് ജപ്പാനിലാണ് കേട്ടോ. 20ാമത് ഏഷ്യൻ ഗെയിംസ് 26 നടക്കാൻ പോകുന്നത് അത് ജപ്പാനിലാണ് കേട്ടോ. ജപ്പാനില്. ഇനി അടുത്ത 5ാമത്തെ ക്വസ്റ്റ്യൻ, നീതി ആയോഗിന്റെ ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ ആരാണ്? ഓപ്ഷൻ എ BVR സുബ്രഹ്മണ്യൻ, ഓപ്ഷൻ ബി അമിതാഭ് കാന്ത്, ഓപ്ഷൻ സി ബിമൽ ജലാൽ, ഓപ്ഷൻ ഡി സുരേഷ് പ്രഭു. അത് ഓപ്ഷൻ എ BVR സുബ്രഹ്മണ്യൻ ആണ് കേട്ടോ. നീതി ആയോഗിന്റെ ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ ആരാണെന്ന് വെച്ചാൽ അത് BVR സുബ്രഹ്മണ്യൻ ആണ്. ഇനി നീതി ആയോഗ് നിലവിൽ വന്ന വർഷം എന്താണ്? നീതി ആയോഗ് നിലവിൽ വന്ന വർഷം അത് 2015 ജനുവരി 1 കേട്ടോ. 2015 ജനുവരി 1 ഇനി നീതി ആയോഗിന്റെ ചെയർമാൻ ആരാണ്? നീതി ആയോഗിന്റെ ചെയർമാൻ ആരാണെന്ന് വെച്ചാൽ ആരാണ്? അത് പ്രൈം മിനിസ്റ്റർ ആണ് കേട്ടോ, നരേന്ദ്രമോദി. ഇനി നീതി ആയോഗിന്റെ വൈസ് ചെയർമാൻ ആരാണ്? നീതി ആയോഗിന്റെ വൈസ് ചെയർമാന് അത് സുമൻ ബെറി ആണ് കേട്ടോ. സുമൻ ബെറി. ഇനി അടുത്ത ക്വസ്റ്റ്യൻ, 6ാമത്തെ ക്വസ്റ്റ്യൻ, ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ 1929 ലാഹോർ സമ്മേളനത്തെ കുറിച്ചുള്ള ശരിയായ പ്രസ്താവന ഏതാണ്? ഒന്നാമത്തെ പ്രസ്താവന പറഞ്ഞിരിക്കുന്നത് ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിന്റെ അന്തിമ ലക്ഷ്യം പൂർണ്ണ സ്വരാജ് ആണെന്ന് പ്രഖ്യാപിച്ചു. രണ്ടാമത്തെ പറയുന്നത് ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ സിവിൽ നിയമലംഘന പ്രക്ഷോഭം ആരംഭിച്ചു. മൂന്നാമത്തെ പ്രസ്താവന സുഭാഷ് ചന്ദ്രബോസ് ആയിരുന്നു ലാഹോർ സമ്മേളനത്തിന്റെ അധ്യക്ഷൻ. ഇവിടെ ആൻസർ ആയിട്ട് ഓപ്ഷൻ എ 1 മാത്രമാണ് കേട്ടോ. 1 മാത്രമാണ് ശരിയായിട്ടുള്ളത്. ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിന്റെ അന്തിമ ലക്ഷ്യം പൂർണ്ണ സ്വരാജ് ആണെന്ന് പ്രഖ്യാപിച്ച കോൺഗ്രസ് സമ്മേളനമായിരുന്നു 1929 ലാഹോർ സമ്മേളനം. ഇനി 1929 സിവിൽ നിയമലംഘന പ്രസ്ഥാനം ആരംഭിക്കാൻ കാരണമായിട്ടുള്ള കോൺഗ്രസ് സമ്മേളനം അത് 1929 ലാഹോർ സമ്മേളനമായിരുന്നു കേട്ടോ. 1929 സിവിൽ നിയമലംഘന പ്രസ്ഥാനം ആരംഭിക്കാൻ കാരണമായിട്ടുള്ള കോൺഗ്രസ് സമ്മേളനം ചോദിച്ചാൽ അത് 1929 ലാഹോർ സമ്മേളനമാണ്. അധ്യക്ഷൻ ആരായിരുന്നു? അധ്യക്ഷൻ അത് ജവഹർലാൽ നെഹ്റു ആയിരുന്നു കേട്ടോ. ജവഹർലാൽ നെഹ്റു ആയിരുന്നു. ഇനി സുഭാഷ് ചന്ദ്ര അധ്യക്ഷനായിരുന്ന കോൺഗ്രസ് സമ്മേളനങ്ങൾ ഏതൊക്കെയായിരുന്നു? അത് 1938 ഹരിപുര സമ്മേളനവും 1939 ത്രിപുരി സമ്മേളനമായിരുന്നു കേട്ടോ. സുഭാഷ് ചന്ദ്രബോസ് അധ്യക്ഷനായിരുന്ന കോൺഗ്രസ് സമ്മേളനങ്ങളായിരുന്നു 1938 ഹരിപുര സമ്മേളനവും 1939 ത്രിപുരി സമ്മേളനവും. ഇനി കോൺഗ്രസിന്റെ ആദ്യ തിരഞ്ഞെടുക്കപ്പെട്ട അധ്യക്ഷൻ ചോദിച്ചാൽ ആരാണ്? കോൺഗ്രസിന്റെ ആദ്യത്തെ തിരഞ്ഞെടുക്കപ്പെട്ട അധ്യക്ഷൻ ചോദിച്ചാൽ അത് സുഭാഷ് ചന്ദ്രബോസ് ആയിരുന്നു കേട്ടോ. സുഭാഷ് ചന്ദ്രബോസ് ആണ്. വർഷം 1939 ത്രിപുരി സമ്മേളനമായിരുന്നു. ഇനി 7ാമത്തെ ക്വസ്റ്റ്യൻ, തെറ്റായ ജോഡി കണ്ടെത്തുക. ഓപ്ഷൻ എ അഭിനവ് ഭാരത് സൊസൈറ്റി VD സവർക്കർ, ബി പറയുന്നത് ഗദ്ദാർ പാർട്ടി ലാല ഹർദയാൽ, ഓപ്ഷൻ സി പറയുന്നത് ഇന്ത്യൻ റിപ്പബ്ലിക്കൻ ആർമി സൂര്യസെൻ, ഓപ്ഷൻ ഡി പറയുന്നത് അനുശീലൻ സമിതി ചന്ദ്രശേഖർ ആസാദ്. അപ്പൊ ഇവിടെ ആൻസർ ആയിട്ട് വരുന്നത് ഓപ്ഷൻ ഡി ആണ് തെറ്റായിട്ടുള്ളത്. അപ്പൊ ശരിയായിട്ടുള്ളത് ഏതൊക്കെയാണ്? അഭിനവ് ഭാരത് സൊസൈറ്റി സ്ഥാപിച്ചത് VD സവർക്കർ ആണ്. ഗദ്ദാർ പാർട്ടി സ്ഥാപിച്ചത് ലാല ഹർദയാൽ ആണ്. ഗദ്ദാർ പാർട്ടി ലാല ഹർദയാല്. ഇനി ഇന്ത്യൻ റിപ്പബ്ലിക്കൻ ആർമി സ്ഥാപിച്ചത് സൂര്യസെൻ ആണ്. ഇന്ത്യൻ റിപ്പബ്ലിക്കൻ ആർമി സ്ഥാപിച്ചത് സൂര്യസെൻ ആണ്. ഇനി അനുശീലൻ സമിതി ആരാണ് സ്ഥാപിച്ചത്? അത് ബരീന്ദർ കുമാർ ഘോഷും പുലിൻ ബിഹാരി ദാസും ആണ് കേട്ടോ. അനുശീലന സമിതിയുടെ സ്ഥാപകനാണ് ബരീന്ദർ കുമാർ ഘോഷും പുലിൻ ബിഹാരി ദാസും. ഇനി ഹിന്ദുസ്ഥാൻ സോഷ്യലിസ്റ്റ് റിപ്പബ്ലിക്കൻ അസോസിയേഷൻ ആരാണ് സ്ഥാപിച്ചത്? ഹിന്ദുസ്ഥാൻ സോഷ്യലിസ്റ്റ് റിപ്പബ്ലിക്കൻ അസോസിയേഷൻ സ്ഥാപിച്ചത് അത്
ചന്ദ്രശേഖർ ആസാദാണ് കേട്ടോ. ചന്ദ്രശേഖർ ആസാദാണ്. ഒരു കാര്യം പറഞ്ഞോട്ടെ, നമ്മള് ടെലഗ്രാം ചാനലിൽ ഇതുവരെ 40+ PYQ ചോദ്യങ്ങളുടെ ക്ലാസ്സുകൾ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ക്ലാസ്സിന്റെയൊക്കെ റെക്കോർഡുകൾ നമ്മൾ യൂട്യൂബിൽ ഇട്ടിട്ടുണ്ട്. അപ്പം ഈ നമ്മൾ 50 ചോദ്യങ്ങൾ കംപ്ലീറ്റ് ആകുമ്പോൾ നമ്മൾ ഒരു മാരത്തോൺ ക്ലാസ് നടത്തുവാൻ തീരുമാനിച്ചിരിക്കുന്നു. അതായത് ഈ 50 ചോദ്യപേപ്പറിലുള്ള ഹിസ്റ്ററി, ജോഗ്രഫി, സയൻസ് അങ്ങനെ ടോപ്പിക് വൈസ് ക്ലാസ്സുകൾ എടുക്കാനാണ് തീരുമാനിച്ചിരിക്കുന്നത്. അപ്പൊ ഇങ്ങനെ പഠിക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു ഗുണം എന്ന് പറയുന്നത് നമുക്ക് ഏത് ഏരിയയിൽ നിന്നാണ് ഏറ്റവും കൂടുതൽ ക്വസ്റ്റ്യൻസ് റിപ്പീറ്റ് ചെയ്ത് വരുന്നത് എന്ന് മനസ്സിലാക്കി ആ ഭാഗം കൂടുതൽ ഫോക്കസ് ചെയ്ത് പഠിക്കാൻ കഴിയുന്നു. അങ്ങനെ വരുന്ന എക്സാമിലൊക്കെ നമുക്ക് ഒരു നല്ല റിസൾട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ഇനി 8ാമത്തെ ക്വസ്റ്റ്യൻ, ശാശ്വത ഭൂനികുതി വ്യവസ്ഥയെ കുറിച്ചുള്ള ശരിയായ പ്രസ്താവന ഏതാണ്? 1ാമത്തെ പ്രസ്താവന, ശാശ്വത ഭൂനികുതി വ്യവസ്ഥയിൽ ഒരു പ്രദേശത്ത് നികുതി പിരിച്ചിരുന്നത് സെമീന്ദാർമാരായിരുന്നു. 2ാമത്തെ പ്രസ്താവന, ശാശ്വത ഭൂനികുതി വ്യവസ്ഥ വടക്കു പടിഞ്ഞാറൻ ഇന്ത്യയിലാണ് നടപ്പിലാക്കിയിരുന്നത്. 3ാമത്തെ പ്രസ്താവന, കോൺവാലിസ് പ്രഭു ഗവർണർ ജനറൽ ആയിരുന്ന കാലത്താണ് ശാശ്വത ഭൂനികുതി വ്യവസ്ഥ നടപ്പിലാക്കിയത്. ഇവിടെ ആൻസർ ആയിട്ട് വരുന്ന ഓപ്ഷൻ സി ആണ്. 1ഉം 3ഉം മാത്രമാണ് ശരിയായിട്ടുള്ള പ്രസ്താവന കേട്ടോ. ഏതൊക്കെയാണ്? ശാശ്വത ഭൂനികുതി വ്യവസ്ഥയില് ഒരു പ്രദേശത്തെ നികുതി പിരിച്ചിരുന്നത് സെമീന്ദാർമാരായിരുന്നു. കോൺവാലിസ് പ്രഭു ഗവർണർ ജനറൽ ആയിരുന്ന കാലത്താണ് ശാശ്വത ഭൂനികുതി വ്യവസ്ഥ നടപ്പിലാക്കിയത്. ഇനി മഹൽവാരി വ്യവസ്ഥ നടപ്പിലാക്കിയ പ്രധാന പ്രദേശങ്ങൾ ചോദിച്ചാൽ അതാണ് വടക്കു പടിഞ്ഞാറൻ ഇന്ത്യ കേട്ടോ. മഹൽവാരി വ്യവസ്ഥ നടപ്പിലാക്കിയ പ്രധാന പ്രദേശങ്ങളായിരുന്നു വടക്കു പടിഞ്ഞാറൻ ഇന്ത്യ. ഇനി റൈറ്റ് വാരി വ്യവസ്ഥ നടപ്പിലാക്കിയ പ്രദേശങ്ങൾ ചോദിച്ചാൽ അത് ദക്ഷിണേന്ത്യൻ പ്രദേശങ്ങളാണ് കേട്ടോ. റൈറ്റ് വാരി വ്യവസ്ഥ നടപ്പിലാക്കിയ പ്രദേശങ്ങളാണ് ദക്ഷിണേന്ത്യൻ പ്രദേശങ്ങള്. ഇനി എന്താണ് റൈറ്റ് വാരി വ്യവസ്ഥ? അത് കർഷകരിൽ നിന്ന് നേരിട്ട് നികുതി പിരിച്ചിരുന്ന ഭൂനികുതി വ്യവസ്ഥ അറിയപ്പെടുന്ന പേരാണ് റൈറ്റ് വാരി വ്യവസ്ഥ കേട്ടോ. കർഷകരിൽ നിന്ന് നേരിട്ട് നികുതി പിരിച്ചിരുന്ന ഭൂനികുതി വ്യവസ്ഥ അറിയപ്പെടുന്ന പേരാണ് റൈറ്റ് വാരി വ്യവസ്ഥ. ഇനി 9ാമത്തെ ക്വസ്റ്റ്യൻ, ഇന്ത്യയിലെ മുഖ്യ വിവരാവകാശ കമ്മീഷണർ. അത് ഓപ്ഷൻ ബി ഹീരാലാൽ സമരിയാണ് കേട്ടോ. ഇന്ത്യയുടെ മുഖ്യ വിവരാവകാശ കമ്മീഷണർ ആരാണ്? അത് ഹീരാലാൽ സമരിയാണ് കേട്ടോ. ദളിത് വിഭാഗത്തിൽ നിന്നുള്ള ആദ്യ മുഖ്യ വിവരാവകാശ കമ്മീഷണർ ആരാണെന്ന് വെച്ചാൽ അത് ഹീരാലാൽ സമരിയാണ് കേട്ടോ. ദളിത് വിഭാഗത്തിൽ നിന്നുള്ള ആദ്യ മുഖ്യ വിവരാവകാശ കമ്മീഷണർ ആരാണെന്ന് വെച്ചാൽ അത് ഹീരാലാൽ സമരിയാണ്. ഇനി പ്രഥമ കേന്ദ്ര മുഖ്യ വിവരാവകാശ കമ്മീഷണർ ആരായിരുന്നു? ആദ്യത്തെ മുഖ്യ വിവരാവകാശ കമ്മീഷണർ ആരാണെന്ന് വെച്ചാൽ അത് വജാഹത്ത് ഹബീബുള്ള ആണ് കേട്ടോ. വജാഹത്ത് ഹബീബുള്ള. ഇനി കേന്ദ്ര മുഖ്യ വിവരാവകാശ കമ്മീഷണറായ ആദ്യ വനിത ആരായിരുന്നു? കേന്ദ്ര മുഖ്യ വിവരാവകാശ കമ്മീഷണറായ ആദ്യ വനിത ചോദിച്ചാൽ അത് ദീപക് സന്ധു ആണ് കേട്ടോ. ഇനി 10ാമത്തെ ക്വസ്റ്റ്യൻ, ഉത്തര പർവ്വത മേഖലയിൽ സ്ഥിതി ചെയ്യുന്ന ഉത്തരാഖണ്ഡ്, ടിബറ്റ് എന്നിവയെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന പ്രധാന ചുരം. അത് ലിപുലേഖ് ചുരമാണ് കേട്ടോ. ഉത്തരാഖണ്ഡ്, ടിബറ്റ് എന്നിവയെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന പ്രധാന ചുരം ചോദിച്ചാൽ അത് ലിപുലേഖ് ചുരമാണ്. ഇനി സോജില ചുരം ബന്ധിപ്പിക്കുന്ന പ്രദേശങ്ങൾ എവിടെ മുതൽ എവിടം വരെയാണ്? സോജില ചുരം ബന്ധിപ്പിക്കുന്നത് ശ്രീനഗർ ടു കാർഗിൽ ആണ് കേട്ടോ. സോജില ചുരം ബന്ധിപ്പിക്കുന്നത് ശ്രീനഗർ ടു കാർഗില്. ബനിഹാൾ ചുരം ബന്ധിപ്പിക്കുന്നത് ജമ്മു ശ്രീനഗർ ആണ്. ബനിഹാൾ ചുരം ബന്ധിപ്പിക്കുന്നത് ജമ്മു ശ്രീനഗർ ആണ്. ഇനി ഷിപ്കില ചുരം ബന്ധിപ്പിക്കുന്നത് ഹിമാചൽ പ്രദേശ് ടിബറ്റ് ആണ്. ഷിപ്കില ചുരം ബന്ധിപ്പിക്കുന്നത് ഹിമാചൽ പ്രദേശ് ടിബറ്റ് ആണ്. ഇനി നാഥുല ചുരം ബന്ധിപ്പിക്കുന്നത് സിക്കിം ടിബറ്റ് ആണ്. നാഥുല ചുരം സിക്കിം ടിബറ്റ്. ജലപ്ല ചുരം സിക്കിം ലാസയാണ്. ജലപ്ല ചുരം ബന്ധിപ്പിക്കുന്നത് സിക്കിം ലാസയാണ്. ബോംഡില ചുരം ബന്ധിപ്പിക്കുന്നത് അരുണാചൽ പ്രദേശ് ടിബറ്റ്. ബോംഡില ചുരം അരുണാചൽ പ്രദേശ് ടിബറ്റ് ആണ് കേട്ടോ. അരുണാചൽ പ്രദേശ് ടിബറ്റ്. ഇനി 11ാമത്തെ ക്വസ്റ്റ്യൻ, താഴെ തന്നിരിക്കുന്നവയിൽ ഹിമാലയൻ നദിയുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന ഏത്? 1ാമത്തെ പ്രസ്താവന പറഞ്ഞിരിക്കുന്നത് അതിവിസ്തൃത വൃഷ്ടിപ്രദേശം. 2ാമത്തെ പ്രസ്താവന കഠിന ശിലകളായതിനാൽ ആഴം കൂടിയ താഴ്വരകൾ സൃഷ്ടിക്കപ്പെടുന്നില്ല. 3ാമത്തെ പ്രസ്താവന സമതലങ്ങളിൽ ഉൾനാടൻ ജലഗതാഗതത്തിന് സാധ്യത. 4ാമത്തെ പ്രസ്താവന പറഞ്ഞിരിക്കുന്നത് താരതമ്യേന വിസ്തൃതി കുറഞ്ഞ വൃഷ്ടിപ്രദേശം. ആൻസർ ആയിട്ട് വരുന്നത് ഓപ്ഷൻ ഡി ആണ്. 1ഉം 3ഉം മാത്രമാണ് ശരിയായിട്ടുള്ളത്. ഏതൊക്കെയാണ്? അതിവിസ്തൃതമായിട്ടുള്ള വൃഷ്ടിപ്രദേശമാണ്. അതിവിസ്തൃതമായ വൃഷ്ടിപ്രദേശമാണ്. ഇനി എന്താണ്? സമതലങ്ങളില് ഉൾനാടൻ ജലഗതാഗതത്തിന് സാധ്യത. സമതലങ്ങളില് ഉൾനാടൻ ജലഗതാഗതത്തിന് സാധ്യത. ഹിമാലയൻ നദികളുടെ പ്രധാന സവിശേഷതകൾ എന്തൊക്കെയാണ്? വേനൽക്കാലത്ത് മഴക്കാലത്ത് ഒരേപോലെ ജലലഭ്യതയുള്ള നദികളാണ് കേട്ടോ. വേനൽക്കാലത്ത് മഴക്കാലത്ത് ഒരുപോലെ ജലലഭ്യതയുള്ള നദികളാണ്. ഇനി
ഉപദ്വീപീയ നദികളെ അപേക്ഷിച്ച് എന്താണ് ജലസേചനത്തിന് കൂടുതൽ സൗകര്യപ്രദം ഹിമാലയൻ നദികളിലാണ് കേട്ടോ. ഉപദ്വീപീയ നദികളെ അപേക്ഷിച്ച് ജലസേചനത്തിന് കൂടുതൽ സൗകര്യപ്രദം ഏതിനാണ്? ഹിമാലയൻ നദികളിലാണ് കേട്ടോ. ഇനി 12ാമത്തെ ക്വസ്റ്റ്യൻ, ചുവടെ തന്നിരിക്കുന്നവയിൽ മില്യൺ ഷീറ്റുകളുടെ തോത് ഏത്? ഓപ്ഷൻ എ 1:50,000, ഓപ്ഷൻ ബി 1:2,00,000, ഓപ്ഷൻ സി 1:1,00,000, ഓപ്ഷൻ ഡി 1:10,00,000. അത് ഓപ്ഷൻ ഡി 1:10,00,000 ആണ് കേട്ടോ. 1:10,00,000 ആണ്. മില്യൺ ഷീറ്റുകളുടെ തോത് എന്ന് പറയുന്നത് 1:10,00,000 ആണ്. ഇനി ഓരോ മില്യൺ ഷീറ്റിനെയും 16 ഭാഗങ്ങളായി തിരിച്ചത് അറിയപ്പെടുന്ന പേരാണ് ഡിഗ്രി ഷീറ്റുകൾ എന്നറിയപ്പെടുന്നത് കേട്ടോ. ഓരോ മില്യൺ ഷീറ്റിനെയും 16 ഭാഗങ്ങളായി തിരിച്ചിരിക്കുന്നത് അറിയപ്പെടുന്നതാണ് ഡിഗ്രി ഷീറ്റുകൾ എന്നറിയപ്പെടുന്നത്. ഇനി 1 ഡിഗ്രി അക്ഷാംശ രേഖാംശ വ്യാപ്തിയുള്ള ഈ ഷീറ്റുകൾ ഓരോന്നും നിർമ്മിച്ചിരിക്കുന്ന തോത് ചോദിച്ചാൽ അത് 1:2,50,000 ആണ് കേട്ടോ. 1:2,50,000. ഇനി ഡിഗ്രി ഷീറ്റുകളെ 15 മിനിറ്റ് അക്ഷാംശ രേഖാംശ വ്യാപ്തിയുള്ള 16 ഭാഗങ്ങളായി തിരിച്ചിരിക്കുന്നു. ഡിഗ്രി ഷീറ്റുകളെ 15 മിനിറ്റ് അക്ഷാംശ രേഖാംശ വ്യാപ്തിയുള്ള 16 ഭാഗങ്ങളായി തിരിച്ചിരിക്കുന്നു. ഈ ഷീറ്റുകൾ 1:50,000 എന്ന തോതിലാണ് നിർമ്മിച്ചിരിക്കുന്നത് കേട്ടോ. ഇനി 13ാമത്തെ ക്വസ്റ്റ്യൻ, നവംബർ മുതൽ മാർച്ച് വരെയുള്ള ഇന്ത്യയിലെ കാർഷിക കാലാവസ്ഥ ഏതാണ്? ഓപ്ഷൻ എ ഖാരിഫ്, ഓപ്ഷൻ ബി സയ്ദ്, ഓപ്ഷൻ സി ഗ്രീഷ്മം, ഓപ്ഷൻ ഡി റാബി. അത് ഓപ്ഷൻ ഡി റാബി ആണ്. നവംബർ മുതൽ മാർച്ച് വരെയുള്ള ഇന്ത്യയിലെ കാർഷിക കാലാവസ്ഥയാണ് റാബി. ഇനി ജൂൺ മുതൽ സെപ്റ്റംബർ വരെയുള്ള ഇന്ത്യയിലെ കാർഷിക കാലാവസ്ഥ ഏതാണ്? അത് ഖാരിഫ് ആണ് കേട്ടോ. ഖാരിഫ്. ഇനി 14ാമത്തെ ക്വസ്റ്റ്യൻ, ഇടുക്കി കേരളത്തിലെ ഏറ്റവും വലിയ ജില്ല ആകുവാൻ കൂട്ടിച്ചേർത്ത വില്ലേജ് ഏത്? ഓപ്ഷൻ എ കണ്ണൻദേവൻ ഹിൽസ, ഓപ്ഷൻ ബി ഉടുമ്പന്നൂര്, ഓപ്ഷൻ സി ഇടമലക്കുടി, ഓപ്ഷൻ ഡി നെയ്യാശ്ശേരി. അത് ഓപ്ഷൻ സി ഇടമലക്കുടിയാണ് കേട്ടോ. ഇടുക്കി കേരളത്തിലെ ഏറ്റവും വലിയ ജില്ലയാകുവാൻ കൂട്ടിച്ചേർത്ത വില്ലേജ് ആണ് ഇടമലക്കുടി. എന്നാണ് ഇടുക്കി ജില്ല രൂപീകൃതമായത്? ഇടുക്കി ജില്ല രൂപീകൃതമായത് അത് 1972 ജനുവരി 26-നാണ് കേട്ടോ. 1972 ജനുവരി 26-നാണ്. കേരളത്തിലെ ഏറ്റവും വലിയ ജില്ലയാണ് ഇടുക്കി. ഇനി എറണാകുളം ജില്ലയോട് ഇടുക്കിയിലെ ഏത് വില്ലേജിനെ ചേർത്തപ്പോഴാണ് ഇടുക്കിക്ക് ഏറ്റവും വലിയ ജില്ല എന്ന പദവി നഷ്ടമായത് എന്ന് ചോദിച്ചാൽ അത് കുട്ടമ്പുഴയാണ് കേട്ടോ. എറണാകുളം ജില്ലയോട് ഇടുക്കിയിലെ ഏത് വില്ലേജിനെ ചേർത്തപ്പോഴാണ് ഇടുക്കിക്ക് ഏറ്റവും വലിയ ജില്ല എന്ന പദവി നഷ്ടമായതെന്ന് ചോദിച്ചാൽ അത് കുട്ടമ്പുഴയും. ഇനി എറണാകുളം ജില്ലയിലെ കുട്ടമ്പുഴ വില്ലേജിന്റെ ഭാഗമായിരുന്ന 12,718.50 ഹെക്ടർ പ്രദേശം ഭരണ സൗകര്യത്തിനായി ഇടമലക്കുടി വില്ലേജിലേക്ക് കൂട്ടിച്ചേർത്തതോടെയാണ് വീണ്ടും ഏറ്റവും വലിയ ജില്ലയായത് കേട്ടോ. ഇടുക്കി വീണ്ടും ഏറ്റവും വലിയ ജില്ലയായിട്ട് മാറിയത്. ഇനി 15ാമത്തെ ക്വസ്റ്റ്യൻ, പുറംപണി അഥവാ ഔട്ട്സോഴ്സിംഗുമായി ബന്ധമില്ലാത്തത് ഏത്? ഒന്നാമത്തെ പ്രസ്താവന 1991 സാമ്പത്തിക പരിഷ്കാരങ്ങൾ, രണ്ടാമത്തെ പ്രസ്താവന സേവന മേഖല, മൂന്നാമത്തെ പ്രസ്താവന ആഗോളവൽക്കരണം, നാലാമത്തെ പ്രസ്താവന ഭൂപരിഷ്കരണം. അത് ആൻസർ ആയിട്ട് വരുന്നത് ഓപ്ഷൻ ഡി ആണ് കേട്ടോ. അപ്പം പുറംപണി അഥവാ ഔട്ട്സോഴ്സിംഗുമായി ബന്ധപ്പെട്ടത് ഏതൊക്കെയാണ്? 1991 സാമ്പത്തിക പരിഷ്കാരങ്ങൾ, സേവന മേഖല, ആഗോളവൽക്കരണം. ഇതൊക്കെ എന്താണ്? പുറംപണി അഥവാ ഔട്ട്സോഴ്സിംഗുമായി ബന്ധപ്പെട്ടതാണ് കേട്ടോ. 16ാമത്തെ ക്വസ്റ്റ്യൻ, ഏഷ്യൻ ഗെയിംസ് 2023 ഇന്ത്യയുടെ മെഡൽ നില താഴെ തന്നിരിക്കുന്നവയിൽ ശരിയായത് കണ്ടെത്തുക. ഓപ്ഷൻ എ 28 സ്വർണം, 38 വെള്ളി, 41 വെങ്കലമാണ് കേട്ടോ. ഏഷ്യൻ ഗെയിംസ് 2023 ഇന്ത്യയുടെ മെഡൽ നില 28 സ്വർണം, 38 വെള്ളി, 41 വെങ്കലം. ഇന്ത്യക്ക് ടോട്ടൽ എത്ര? 107 മെഡലുകളാണ് ലഭിച്ചത് കേട്ടോ. 17ാമത്തെ ക്വസ്റ്റ്യൻ, ഇന്ത്യയുടെ ധാതു കലവറ എന്നറിയപ്പെടുന്ന പ്രദേശം ഏതാണ്? ഓപ്ഷൻ എ ജാദുഗുഡ, ഓപ്ഷൻ ബി ചോട്ടാ നാഗ്പൂർ, ഓപ്ഷൻ സി മാണ്ഡി, ഓപ്ഷൻ ഡി ധൻബാദ്. അത് ചോട്ടാ നാഗ്പൂർ ആണ് കേട്ടോ. ഇന്ത്യയുടെ ധാതു കലവറ എന്നറിയപ്പെടുന്ന പ്രദേശമാണ് ചോട്ടാ നാഗ്പൂർ. ഇനി ഇന്ത്യയുടെ കൽക്കരി നഗരം എന്നറിയപ്പെടുന്ന ഏതാണ്? ഇന്ത്യയുടെ കൽക്കരി നഗരം ഏതാണ്? അത് ധൻബാദ് ആണ് കേട്ടോ. ഇന്ത്യയുടെ കൽക്കരി നഗരം എന്നറിയപ്പെടുന്നത് ധൻബാദ് ആണ്. ഇനി 18ാമത്തെ ക്വസ്റ്റ്യൻ, ഇന്ത്യയിലെ ആസൂത്രണ കമ്മീഷനുമായി ബന്ധമില്ലാത്തത് ഏത്? ഓപ്ഷൻ എ 1950 സ്ഥാപിതമായി, ഓപ്ഷൻ ബി നീതി ആയോഗ്, ഓപ്ഷൻ സി ഇന്ത്യൻ പഞ്ചവത്സര പദ്ധതികൾ, ഓപ്ഷൻ ഡി റിസർവ് ബാങ്ക്. ആൻസർ ആയിട്ട് വരുന്നത് ഓപ്ഷൻ ഡി
റിസർവ് ബാങ്ക് ആണ് കേട്ടോ. ആസൂത്രണ കമ്മീഷനുമായി ബന്ധമില്ലാത്തത് റിസർവ് ബാങ്ക് ആണ്. ഇനി ആസൂത്രണ കമ്മീഷൻ സ്ഥാപിതമായത് 1950 ആണ്. ഇനി നീതി ആയോഗ് ആസൂത്രണ കമ്മീഷന് പകരമായിട്ട് നിലവിൽ വന്നതാണ് നീതി ആയോഗ് കേട്ടോ. ആസൂത്രണ കമ്മീഷന് പകരമായിട്ട് നിലവിൽ വന്നത് നീതി ആയോഗാണ്. ഇനി 19ാമത്തെ ക്വസ്റ്റ്യൻ, സപ്തഋഷി എന്ന പദം താഴെ തന്നിരിക്കുന്നവയിൽ ഏതുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഓപ്ഷൻ എ ഇന്ത്യൻ ചരിത്രം, ഓപ്ഷൻ ബി 2023-24 യൂണിയൻ ബഡ്ജറ്റ്, ഓപ്ഷൻ സി ഇന്ത്യൻ നേവി, ഓപ്ഷൻ ഡി സാർക്ക് രാജ്യങ്ങള്. അത് ഓപ്ഷൻ ബി 2023-24 യൂണിയൻ ബജറ്റുമായി ബന്ധപ്പെട്ടതാണ് സപ്തഋഷി എന്ന പദം. സപ്തഋഷി എന്ന പദം ബന്ധപ്പെട്ടിരിക്കുന്നത് 2023-24 യൂണിയൻ ബജറ്റുമായിട്ടാണ് കേട്ടോ. ഇനി 2025-26 കേന്ദ്ര ബഡ്ജറ്റ് 2025-26 കേന്ദ്ര ബഡ്ജറ്റ് അവതരിപ്പിച്ചത് അത് നിർമ്മലാ സീതാരാമൻ. തുടർച്ചയായിട്ട് ഏറ്റവും കൂടുതൽ ബഡ്ജറ്റ് അവതരിപ്പിച്ച ധനമന്ത്രി ആരാണ്? തുടർച്ചയായി ഏറ്റവും കൂടുതൽ ബഡ്ജറ്റ് അവതരിപ്പിച്ച ധനമന്ത്രി ആരാണെന്ന് വെച്ചാൽ അത് നിർമ്മലാ സീതാരാമനാണ്. 8 തവണയാണ് കേട്ടോ. ഇനി 2025-26 ബഡ്ജറ്റിന്റെ തീം ചോദിച്ചാൽ അത് സബ്കാ വികാസ് ആണ്. 2025-26 ബഡ്ജറ്റിന്റെ തീമാണ് സബ്കാ വികാസ്. ലക്ഷ്യം ചോദിച്ചാൽ വികസിത ഭാരതമാണ് കേട്ടോ. ലക്ഷ്യം എന്താണ്? വികസിത ഭാരതമാണ്. ഇനി ഒരു രാജ്യം എന്നാൽ അതിന്റെ മണ്ണ് മാത്രമല്ല, ഒരു രാജ്യം എന്നാൽ അതിന്റെ ജനങ്ങളാണ് എന്ന പ്രസിദ്ധമായ വാക്യം ഉദ്ധരിച്ചുകൊണ്ടാണ് ധനമന്ത്രി ബഡ്ജറ്റ് അവതരണം ആരംഭിച്ചത് കേട്ടോ. ഈ പ്രശസ്തമായ വരികൾ ആരുടെയാണ്? അത് ശ്രീ ഗുരജട അപ്പറാവുവിന്റെയാണ് കേട്ടോ. തെലുങ്ക് കവിയും നാടകകൃത്തുമായ ശ്രീ ഗുരുജട അപ്പറാവുവിന്റെ പ്രശസ്തമായിട്ടുള്ള വരികളായ ഒരു രാജ്യം എന്നാൽ അതിന്റെ മണ്ണ് മാത്രമല്ല, ഒരു രാജ്യം എന്നാൽ അതിന്റെ ജനങ്ങളാണ് എന്ന പ്രസിദ്ധമായ വാക്യം ഉദ്ധരിച്ചുകൊണ്ടാണ് നിർമ്മലാ സീതാരാമന് ബഡ്ജറ്റ് അവതരണം ആരംഭിച്ചത് കേട്ടോ. ഇനി ബഡ്ജറ്റ് ലക്ഷ്യം വെക്കുന്ന 4 ജനവിഭാഗങ്ങളുണ്ട്. ദരിദ്രർ, അത് ഗരീബ് എന്നറിയപ്പെടുന്നു. ഇനി യുവാക്കൾ, യൂത്ത്, കർഷകർ, അന്ധത, സ്ത്രീകൾ, നാരി. ബഡ്ജറ്റ് ലക്ഷ്യം വെക്കുന്ന ജനവിഭാഗങ്ങളാണ് ദരിദ്രർ അഥവാ ഗരീബ്, യുവാക്കൾ അഥവാ യൂത്ത്, കർഷകർ അഥവാ അന്ധത, സ്ത്രീകൾ, നാരി. ഇനി ഈ വികസന യാത്രയിലെ വികാസത്തിന്റെ 4 എഞ്ചിനുകൾ ഏതൊക്കെയാണെന്ന് ചോദിച്ചാൽ അത് കൃഷി, MSME, നിക്ഷേപം, കയറ്റുമതി ഇവയൊക്കെയാണ് കേട്ടോ. കൃഷി, MSME, നിക്ഷേപം, കയറ്റുമതി ഇതൊക്കെയാണ് വികസന യാത്രയിലെ വികസനത്തിന്റെ 4 എഞ്ചിനുകൾ എന്നറിയപ്പെടുന്നത്. ഇനി 20ാമത്തെ ക്വസ്റ്റ്യൻ, താഴെ പറയുന്നവയിൽ ഭരണഘടന നിർമ്മാണ സഭയുമായി പ്രസ്താവനകൾ കണ്ടെത്തുക. ഒന്നാമത് പറഞ്ഞിരിക്കുന്നത് ഭരണഘടന നിർമ്മാണ സഭയിലേക്കുള്ള തെരഞ്ഞെടുപ്പ് നടന്നത് സാർവത്രിക പ്രായപൂർത്തി വോട്ടവകാശത്തിന്റെ അടിസ്ഥാനത്തിലാണ്. രണ്ടാമത്തെ പ്രസ്താവന 1946 ക്യാബിനറ്റ് മിഷൻ പ്ലാൻ നിർദ്ദേശിച്ച മാർഗനിർദ്ദേശങ്ങൾ അനുസരിച്ചാണ് ഭരണഘടനാ നിർമ്മാണ സഭ രൂപീകൃതമായത്. മൂന്നാമത്തെ പ്രസ്താവന ഭരണഘടനാ നിർമ്മാണ സഭയില് 25 വനിതാ അംഗങ്ങൾ ഉണ്ടായിരുന്നു. നാലാമത്തെ പ്രസ്താവന ഭരണഘടനയുടെ അന്തിമ കരട് രേഖ 1949 നവംബർ 26 അംഗീകരിച്ചു. ഇവിടെ ആൻസർ ആയിട്ട് വരുന്നത് ഓപ്ഷൻ ഡി ആണ്. 2ഉം 4ഉം മാത്രമാണ് ശരിയായിട്ടുള്ള പ്രസ്താവനകൾ കേട്ടോ. 2ഉം 4 ഏതൊക്കെയാണ്? 1946 ക്യാബിനറ്റ് മിഷൻ പ്ലാൻ നിർദ്ദേശിച്ച മാർഗനിർദ്ദേശങ്ങൾ അനുസരിച്ചാണ് ഭരണഘടനാ നിർമ്മാണ സഭ രൂപീകൃതമായത്. ഇനി ഭരണഘടനയുടെ അന്തിമ കരട് രേഖ 1949 നവംബർ 26 അംഗീകരിച്ചു. ഇനി ഭരണഘടനാ നിർമ്മാണ സഭയിലെ മലയാളി അംഗങ്ങൾ എത്രയായിരുന്നു? ഭരണഘടനാ നിർമ്മാണ സഭയിലെ മലയാളി അംഗങ്ങൾ ചോദിച്ചാൽ അത് 17 പേരാണ് കേട്ടോ. വനിതകൾ ഇവിടെ 17 പേരാണ്. ഇനി ഭരണഘടനാ നിർമ്മാണ സഭയിലെ മലയാളി വനിതകളുടെ എണ്ണം എത്രയായിരുന്നു? ഭരണഘടനാ നിയമനിർമ്മാണ സഭയിലെ മലയാളി വനിതകളുടെ എണ്ണം ചോദിച്ചാല് അത് 3 ആണ് കേട്ടോ. 3. ഇനി ഭരണഘടനാ നിയമനിർമ്മാണ സമിതിയിലെ വനിതാ അംഗങ്ങൾ എത്രയായിരുന്നു? ഭരണഘടനാ നിയമനിർമ്മാണ സമിതിയിലെ വനിതാ അംഗങ്ങൾ അത് 17 പേരാണ് കേട്ടോ. 17 പേര്. ഇനി ഭരണഘടനാ നിർമ്മാണ സഭയിലെ തെരഞ്ഞെടുപ്പ് നടന്നത് ഏതിന്റെ അടിസ്ഥാനത്തിലാണ്? അത് ആനുപാതിക പ്രാതിനിധ്യ വ്യവസ്ഥയിലെ ഏക കൈമാറ്റ വോട്ട് സമ്പ്രദായം അനുസരിച്ച് പ്രവശ്യ നിയമനിർമ്മാണ സഭയിലെ ഓരോ സമുദായത്തിൽപ്പെട്ട അംഗങ്ങൾക്കും അവരുടെ പ്രതിനിധികളെ തിരഞ്ഞെടുക്കാം കേട്ടോ. ആനുപാതിക പ്രാതിനിധ്യ വ്യവസ്ഥ അനുസരിച്ചായിരുന്നു. ഇനി 21ാമത്തെ ക്വസ്റ്റ്യൻ, ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖവുമായി ബന്ധപ്പെട്ട് യോജിക്കുന്ന പ്രസ്താവനകൾ കണ്ടെത്തുക. ഒന്നാമത് പറഞ്ഞിരിക്കുന്നത് ഞങ്ങൾ ഇന്ത്യയിലെ ജനങ്ങൾ എന്ന വാക്കുകളോടെയാണ് ആമുഖം ആരംഭിക്കുന്നത്. രണ്ടാമത്തെ പ്രസ്താവന ഭരണഘടനാ നിർമ്മാണ സഭ അംഗീകരിച്ച ജവഹർലാൽ നെഹ്റുവിന്റെ ലക്ഷ്യപ്രമേയമാണ് ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖത്തിന് പിന്നിലെ ആദർശങ്ങൾ. മൂന്നാമത്തെ പ്രസ്താവന പറഞ്ഞിരിക്കുന്നത് 1976 42ാം ഭരണഘടനാ ഭേദഗതി നിയമത്തിലൂടെ ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖത്തിൽ സെക്യുലർ എന്ന പദം കൂട്ടിച്ചേർത്തു.
നാലാമത് പറഞ്ഞിരിക്കുന്ന പ്രസ്താവന ആമുഖം എന്ന ആശയം കടമെടുത്തിരിക്കുന്നത് ഫ്രഞ്ച് ഭരണഘടനയിൽ നിന്നാണ്. അപ്പൊ ഇവിടെ ആൻസർ ആയിട്ട് വരുന്ന ഓപ്ഷൻ സി 1, 2, 3 മാത്രമാണ് ശരിയായിട്ടുള്ള പ്രസ്താവന. ഞങ്ങൾ ഇന്ത്യയിലെ ജനങ്ങൾ എന്ന വാക്കുകളോടെ ആമുഖം ആരംഭിക്കുന്നു. ഇനി ഭരണഘടനാ നിയമനിർമ്മാണ സഭ അംഗീകരിച്ച ജവഹർലാൽ നെഹ്റുവിന്റെ ലക്ഷ്യപ്രമേയമാണ് ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖത്തിന് പിന്നിലെ ആദർശങ്ങൾ എന്ന് പറയുന്നത്. 1976 42 ഭരണഘടനാ ഭേദഗതി നിയമത്തിലൂടെ ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖത്തിൽ സെക്യുലാർ എന്ന പദം കൂട്ടിച്ചേർത്തു. ഇനി ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖത്തിന്റെ ശില്പി എന്നറിയപ്പെടുന്ന ആരാണ്? ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖത്തിന്റെ ശില്പി എന്നറിയപ്പെടുന്നത് അത് ജവഹർലാൽ നെഹ്റു ആണ് കേട്ടോ. ജവഹർലാൽ നെഹ്റു. ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖം നിലവിൽ വന്ന തീയതി ചോദിച്ചാൽ അത് 1950 ജനുവരി 26 ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖം നിലവിൽ വന്ന തീയതി എന്നാണ്. അത് 1950 ജനുവരി 26 കേട്ടോ. ഇനി ആമുഖം എന്ന ആശയം കടമെടുത്തത് അമേരിക്കൻ ഭരണഘടനയിൽ നിന്നാണ്. ആമുഖം എന്ന ആശയം കടമെടുത്തത് അമേരിക്കൻ ഭരണഘടനയിൽ നിന്നാണ് കേട്ടോ. ഇനി ആമുഖം എത്ര തവണ ഭേദഗതി ചെയ്തിട്ടുണ്ട്? ആമുഖം എത്ര തവണ ഭേദഗതി ചെയ്തിട്ടുണ്ട്? അത് ഒരു തവണയാണ് കേട്ടോ. ഒരു തവണ മാത്രമേ ഭരണഘടനയുടെ ആമുഖം ഭേദഗതി ചെയ്തിട്ടുള്ളൂ. ഇനി അടുത്ത ക്വസ്റ്റ്യൻ, 22ാമത്തെ ക്വസ്റ്റ്യൻ, ഇന്ത്യൻ ഭരണഘടനയുടെ എത്രാമത്തെ ഭാഗമാണ് പൗരത്വത്തെ കുറിച്ച് പ്രതിപാദിക്കുന്നത്? അത് ഭാഗം 2 ആണ് കേട്ടോ. ഭാഗം 2 പൗരത്വത്തെ കുറിച്ച് പ്രതിപാദിക്കുന്നത്. ഇനി അനുച്ഛേദം എത്ര മുതൽ എത്ര വരെയാണ് പൗരത്വത്തെ കുറിച്ച് പ്രതിപാദിക്കുന്നത്? അനുച്ഛേദം ചോദിച്ചാൽ 5 മുതൽ 11 വരെയും. ഇനി ഏക പൗരത്വം എന്ന ആശയം കടമെടുത്തത് എവിടെ നിന്നാണ്? അത് ബ്രിട്ടീഷ് ഭരണഘടനയിൽ നിന്നാണ് കേട്ടോ. ഏക പൗരത്വം എന്ന ആശയം കടമെടുത്തിരിക്കുന്നത് ബ്രിട്ടീഷ് ഭരണഘടനയിൽ നിന്നാണ്. ഇനി 23ാമത്തെ ക്വസ്റ്റ്യൻ, ഇന്ത്യൻ ഭരണഘടനയുടെ ഹൃദയവും ആത്മാവും എന്ന് ഡോക്ടർ BR അംബേദ്കർ വിശേഷിപ്പിച്ചത് ഏത് ആർട്ടിക്കിൾ ആണ്? അത് ഓപ്ഷൻ സി ആർട്ടിക്കിൾ 32 ഇന്ത്യൻ ഭരണഘടനയുടെ ഹൃദയവും ആത്മാവും എന്ന് ഡോക്ടർ BR അംബേദ്കർ വിശേഷിപ്പിച്ചത് ആർട്ടിക്കിൾ 32 കേട്ടോ. ഇനി ഭരണഘടനാപരമായ പ്രതിവിധിക്കുള്ള അവകാശത്തെ കുറിച്ച് പ്രതിപാദിക്കുന്ന വകുപ്പ് ഏതാണ്? ഭരണഘടനാപരമായ പ്രതിവിധിക്കുള്ള അവകാശത്തെ പ്രതിപാദിക്കുന്ന വകുപ്പ് ചോദിച്ചാൽ അത് അനുച്ഛേദം 32 കേട്ടോ. മൗലിക അവകാശങ്ങളിൽ മൗലികമായത് എന്ന് വിശേഷിപ്പിക്കുന്ന വകുപ്പ് ഏതാണ്? മൗലിക അവകാശങ്ങളിൽ മൗലികമായത് എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന വകുപ്പാണ് അനുച്ഛേദം 32 എന്ന് പറയുന്നത്. ഇനി ഇന്ത്യൻ ഭരണഘടനയുടെ അടിസ്ഥാന സവിശേഷതയാണ് ഈ വകുപ്പ് എന്ന് സുപ്രീം കോടതി അഭിപ്രായപ്പെട്ടത് ഏത് വകുപ്പിനെ പറ്റിയാണെന്ന് ചോദിച്ചാൽ അത് ആർട്ടിക്കിൾ 32 കുറിച്ചാണ് കേട്ടോ. ഇന്ത്യൻ ഭരണഘടനയുടെ അടിസ്ഥാന സവിശേഷതയാണ് ഈ വകുപ്പ് എന്ന് സുപ്രീം കോടതി അഭിപ്രായപ്പെട്ടത് അനുച്ഛേദം 32 കുറിച്ചാണ്. ഇനി 24ാമത്തെ ക്വസ്റ്റ്യൻ, ഇന്ത്യയിൽ പഞ്ചായത്തി രാജ് സംവിധാനം നടപ്പിലാക്കിയ 73ാം ഭരണഘടനാ ഭേദഗതി നിയമവുമായി ബന്ധപ്പെട്ട് യോജിക്കുന്ന പ്രസ്താവനകൾ കണ്ടെത്തുക. ഒന്നാമത്തെ പ്രസ്താവന, സംസ്ഥാനങ്ങളിൽ ഗ്രാമപഞ്ചായത്ത്, ബ്ലോക്ക് പഞ്ചായത്ത്, ജില്ലാ പഞ്ചായത്ത് എന്ന ത്രിതല സംവിധാനം സ്ഥാപിക്കുന്നതിന് നിയമം വ്യവസ്ഥ ചെയ്യുന്നു. രണ്ടാമത്തെ പ്രസ്താവന പറയുന്നത് പഞ്ചായത്തിന്റെ 3 തലങ്ങളിലേക്കും 5 വർഷത്തെ ഓഫീസ് കാലാവധി നിയമത്തിൽ വ്യവസ്ഥ ചെയ്യുന്നു. ഇനി മൂന്നാമത്തെ പ്രസ്താവന, വോട്ടർ പട്ടിക തയ്യാറാക്കുന്നതിനും പഞ്ചായത്തിലേക്കുള്ള തെരഞ്ഞെടുപ്പ് നടത്തുന്നതിനുമുള്ള ചുമതല കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷനാണ്. നാലാമത്തെ പ്രസ്താവന, പഞ്ചായത്തിന്റെ എല്ലാ തലങ്ങളിലുമുള്ള മൊത്തം സീറ്റുകളുടെ 1/3 കുറയാത്തത് സ്ത്രീകൾക്കായി സംവരണം ചെയ്യണം. പഞ്ചായത്തിന്റെ എല്ലാ തലങ്ങളിലുമുള്ള മൊത്തം സീറ്റുകളുടെ 1/3 കുറയാത്തത് സ്ത്രീകൾക്കായി സംവരണം ചെയ്യണം. അപ്പൊ ഇവിടെ ആൻസർ ആയിട്ട് വരുന്ന ഓപ്ഷൻ സി ആണ്. 1, 2, 4 മാത്രമാണ് ശരിയായിട്ടുള്ളത്. ഏതൊക്കെയാണ്? സംസ്ഥാനങ്ങളിലെ ഗ്രാമപഞ്ചായത്ത്, ബ്ലോക്ക് പഞ്ചായത്ത്, ജില്ലാ പഞ്ചായത്ത് എന്ന ത്രിതല സംവിധാനം സ്ഥാപിക്കുന്നതിന് നിയമം വ്യവസ്ഥ ചെയ്യുന്നു. ഏതാണ്? 73ാം ഭരണഘടനാ ഭേദഗതിയിലൂടെ കേട്ടോ. ഇനി പഞ്ചായത്തിന്റെ 3 തലങ്ങളിലേക്കും 5 വർഷത്തെ ഓഫീസ് കാലാവധി നിയമത്തിൽ വ്യവസ്ഥ ചെയ്യുന്നു. ഇനി പഞ്ചായത്തിന്റെ എല്ലാ തലങ്ങളിലുമുള്ള മൊത്തം സീറ്റുകളുടെ 1/3 കുറയാത്തത് സ്ത്രീകൾക്കായി സംവരണം ചെയ്യണം എന്ന് പറയുന്ന ആർട്ടിക്കിൾ ഏതാണ്? അത് 73ാം ഭരണഘടനാ ഭേദഗതി നിയമമാണ് കേട്ടോ. ഇനി 73ാം ഭേദഗതി നിലവിൽ വന്ന വർഷം എന്നാണ്? 73ാം ഭേദഗതി നിലവിൽ വന്ന വർഷം ചോദിച്ചാൽ അത് 1993 ഏപ്രിൽ 24 കേട്ടോ. 1993 ഏപ്രിൽ 24. ഇനി 73ാം ഭേദഗതി ഭരണഘടനയിൽ കൂട്ടിച്ചേർത്ത ഭാഗം ചോദിച്ചാൽ അത് ഭാഗം 9 73ാം ഭേദഗതി ഭരണഘടനയിൽ കൂട്ടിച്ചേർത്ത ഭാഗം ചോദിച്ചാൽ അത് ഭാഗം 9 കേട്ടോ. ഇനി 73ാം ഭേദഗതി പ്രകാരം കൂട്ടിച്ചേർത്ത പട്ടിക ഏതാണ്? അത് 11ാം പട്ടികയാണ് കേട്ടോ.
11ാം പട്ടികയാണ്. ഇനി തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്ക് തിരഞ്ഞെടുപ്പ് നടത്തുന്നതിനുള്ള ചുമതല ആർക്കാണ്? അത് സംസ്ഥാന തിരഞ്ഞെടുപ്പ് കമ്മീഷനാണ് കേട്ടോ. ഏതാണ്? തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്ക് തിരഞ്ഞെടുപ്പ് നടത്തുന്നതിനുള്ള ചുമതല ആർക്കാണ്? അത് സംസ്ഥാന തിരഞ്ഞെടുപ്പ് കമ്മീഷനാണ്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ, 25ാമത്തെ ക്വസ്റ്റ്യൻ, താഴെ പറയുന്നവയിൽ ഭരണഘടനാ സ്ഥാപനം അല്ലാത്തത് ഏത്? ഓപ്ഷൻ എ യൂണിയൻ പബ്ലിക് സർവീസ് കമ്മീഷൻ, ഓപ്ഷൻ ബി നീതി ആയോഗ്, ഓപ്ഷൻ സി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ, ഓപ്ഷൻ ഡി അറ്റോർണി ജനറൽ. അപ്പം ഇവിടെ ആൻസർ ആയിട്ട് വരുന്നത് ഓപ്ഷൻ ബി ആണ്. നീതി ആയോഗ് മാത്രമാണ് ഭരണഘടനാ സ്ഥാപനം അല്ലാത്തത്. ഇനി യൂണിയൻ പബ്ലിക് സർവീസ് കമ്മീഷൻ, തിരഞ്ഞെടുപ്പ് കമ്മീഷൻ, അറ്റോർണി ജനറൽ ഇവയൊക്കെ എന്താണ്? ഒരു ഭരണഘടനാ സ്ഥാപനങ്ങളാണ്. ഇനി യൂണിയൻ പബ്ലിക് സർവീസ് കമ്മീഷനെ കുറിച്ച് പ്രതിപാദിക്കുന്ന ആർട്ടിക്കിൾ ഏതാണ്? യൂണിയൻ പബ്ലിക് സർവീസ് കമ്മീഷനെ കുറിച്ച് പ്രതിപാദിക്കുന്ന ആർട്ടിക്കിൾ ചോദിച്ചാൽ അത് 315 മുതൽ 323 വരെയാണ് കേട്ടോ. 315 തൊട്ട് 323 വരെയാണ് UPSC യെ കുറിച്ച് പ്രതിപാദിക്കുന്നത് കേട്ടോ. ഇനി തിരഞ്ഞെടുപ്പ് കമ്മീഷനെ കുറിച്ച് പ്രതിപാദിക്കുന്ന ആർട്ടിക്കിൾ ഏതാണ്? തിരഞ്ഞെടുപ്പ് കമ്മീഷനെ കുറിച്ച് പ്രതിപാദിക്കുന്ന ആർട്ടിക്കിൾ ചോദിച്ചാല് അത് 324 ആണ്. 324. ഇനി അറ്റോർണി ജനറലിനെ കുറിച്ച് പ്രതിപാദിക്കുന്ന വകുപ്പ് ഏതാണ്? അറ്റോർണി ജനറലിനെ കുറിച്ച് പ്രതിപാദിക്കുന്ന വകുപ്പ് അത് 76 ആണ് കേട്ടോ. അനുച്ഛേദം 76 ആണ്. നീതി ആയോഗ് എന്ന് പറയുന്നത് എന്താണ്? ഒരു ഉപദേശക സമിതിയാണ്. നീതി ആയോഗ് ഒരു ഉപദേശക സമിതിയാണ് കേട്ടോ. 26ാമത്തെ ക്വസ്റ്റ്യൻ, ലോക്സഭയിലും സംസ്ഥാന നിയമസഭകളിലും 1/3 സീറ്റുകൾ സ്ത്രീകൾക്കായി സംവരണം ചെയ്യുന്നതിനായി പാർലമെന്റ് പാസാക്കിയ ഇന്ത്യൻ ഭരണഘടനയുടെ 106ാം ഭേദഗതി നിയമത്തിന് നൽകിയിരിക്കുന്ന പേര് ഏതാ? അത് ഓപ്ഷൻ സി നാരി വന്ദൻ അധിനിയമാണ് കേട്ടോ. ലോക്സഭയിലും സംസ്ഥാന നിയമസഭകളിലും 1/3 സീറ്റുകൾ സ്ത്രീകൾക്കായി സംവരണം ചെയ്യുന്നതിനായി പാർലമെന്റ് പാസാക്കിയ ഇന്ത്യൻ ഭരണഘടനയുടെ 106ാം ഭേദഗതി നിയമത്തിന് നൽകിയിരിക്കുന്ന പേരാണ് നാരി ശക്തി വന്ദൻ അധിനിയം. ഇനി പുതിയ പാർലമെന്റ് മന്ദിരത്തിൽ പാസാക്കിയ ആദ്യ ബില്ല് ഏതാണ്? അത് നാരി ശക്തി വന്ദൻ അധിനിയമാണ് കേട്ടോ. പുതിയ പാർലമെന്റിൽ പാസാക്കിയ ആദ്യ ബില്ലാണ് അത് നാരി ശക്തി വന്ദൻ അധിനിയം ബില്ലാണ് കേട്ടോ. ഇനി ഇത് ലോക്സഭ പാസാക്കിയത് 2023 സെപ്റ്റംബർ 20-നാണ് കേട്ടോ. ഈ ബില്ല് നാരി ശക്തി വന്ദൻ അധിനിയം ബില്ല് ലോക്സഭ പാസാക്കിയത് 2023 സെപ്റ്റംബർ 20-നും രാജ്യസഭ പാസാക്കുന്നത് 2023 സെപ്റ്റംബർ 21-നും ഇനി രാഷ്ട്രപതി അംഗീകാരം നൽകുന്നത് 2023 സെപ്റ്റംബർ 28-നുമാണ് കേട്ടോ. ഇനി 27ാമത്തെ ക്വസ്റ്റ്യൻ, സംസ്ഥാന പബ്ലിക് സർവീസ് കമ്മീഷൻ അംഗങ്ങളെ നിയമിക്കുന്നത് ആര്? അത് ഓപ്ഷൻ ബി ഗവർണർ ആണ് കേട്ടോ. സംസ്ഥാന പബ്ലിക് സർവീസ് കമ്മീഷൻ അംഗങ്ങളെ നിയമിക്കുന്നത് ആരാണ്? അത് ഗവർണർ ആണ് കേട്ടോ. സംസ്ഥാന പബ്ലിക് സർവീസ് കമ്മീഷനെ അംഗങ്ങളെ സ്ഥാനത്ത് നിന്ന് നീക്കം ചെയ്യാൻ അധികാരമുള്ളത് ആർക്കാണ്? അത് രാഷ്ട്രപതിക്കാണ് കേട്ടോ. ഇനി അംഗങ്ങളെ രാജിക്കത്ത് സമർപ്പിക്കുന്നത് ഗവർണർക്കാണ്. എന്താണ്? അംഗങ്ങളെ രാജിക്കത്ത് നൽകുന്നതും ഗവർണർക്കാണ് കേട്ടോ. ഇനി സംസ്ഥാന പബ്ലിക് സർവീസ് കമ്മീഷനിലെ അംഗങ്ങളെ നിശ്ചയിക്കുന്നതും ഗവർണറാണ്. നീക്കം ചെയ്യുന്നത് മാത്രം ആരാണ്? അത് രാഷ്ട്രപതിയാണ്. ഇനി 28ാമത്തെ ക്വസ്റ്റ്യൻ, കേരള സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിയുടെ ചെയർമാൻ ആരാണ്? അത് മുഖ്യമന്ത്രിയാണ് കേട്ടോ. കേരള സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിയുടെ ചെയർമാൻ ചോദിച്ചാൽ അത് മുഖ്യമന്ത്രിയാണ്. ഇനി കേരള സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിയുടെ വൈസ് ചെയർമാൻ ആരായിരിക്കും? വൈസ് ചെയർമാൻ ആരാണെന്ന് ചോദിച്ചാൽ അത് റവന്യൂ മന്ത്രി ആയിരിക്കും കേട്ടോ. സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിയുടെ വൈസ് ചെയർമാൻ ആരാണ്? അത് റവന്യൂ മന്ത്രിയാണ് കേട്ടോ. ഇനി 29ാമത്തെ ക്വസ്റ്റ്യൻ, മാതാപിതാക്കൾ 2 പേരും അഥവാ ഒരാൾ മരണപ്പെട്ട് സാമ്പത്തിക പരാധീനത അനുഭവിക്കുന്ന കുടുംബങ്ങളിലെ കുട്ടികൾക്ക് സ്വഭവനങ്ങളിൽ അഥവാ ബന്ധുഭവനങ്ങളിൽ താമസിച്ച് വിദ്യാഭ്യാസം ചെയ്യാൻ കേരള സാമൂഹ്യ സുരക്ഷാ മിഷൻ പ്രതിമാസം നൽകുന്ന ധനസഹായ പദ്ധതിയുടെ പേരെന്താണ്? അത് സ്നേഹപൂർവ്വമാണ് കേട്ടോ. സ്നേഹപൂർവ്വം. ഇനി എൻഡോസൾഫാൻ ദുരിതബാധിതർക്ക് വേണ്ടി ആരംഭിച്ച പദ്ധതി ഏതാണ്? എൻഡോസൾഫാൻ ദുരിതബാധിതർക്ക് വേണ്ടി ആരംഭിച്ച പദ്ധതി ചോദിച്ചാൽ അത് സ്നേഹ സ്വാന്തനമാണ് കേട്ടോ. സ്നേഹ സ്വാന്തനം. ഇനി അവിവാഹിതരായ അമ്മമാരെ സംരക്ഷിക്കുന്നതിനും സഹായിക്കുന്നതിനും വേണ്ടി കേരള സർക്കാർ ആരംഭിച്ച പദ്ധതി ചോദിച്ചാൽ അത് സ്നേഹ സ്പർശമാണ്. അവിവാഹിതരായ അമ്മമാരെ സംരക്ഷിക്കുന്നതിനും സഹായിക്കുന്നതിനുമായി കേരള സർക്കാർ ആരംഭിച്ച പദ്ധതിയാണ് സ്നേഹ സ്പർശം. ഇനി ജന്മന ഗുരുതര രോഗങ്ങളും ഹൃദ്രോഗ വൈകല്യങ്ങളുമായി കഷ്ടപ്പെടുന്ന 18 വയസ്സിന് താഴെയുള്ള കുട്ടികൾക്ക് സൗജന്യ ചികിത്സാ പദ്ധതി ചോദിച്ചാൽ അതേതാണ്? അത് താലോലമാണ് കേട്ടോ. ജന്മനായുള്ള ഹൃദയ വൈകല്യങ്ങളാലും മറ്റ് ഗുരുതര രോഗങ്ങളാലും കഷ്ടപ്പെടുന്ന 18 വയസ്സ് വരെയുള്ള കുട്ടികൾക്കുള്ള സൗജന്യ ചികിത്സാ പദ്ധതിയാണ് താലോലമാണ്. ഇനി 30 താഴെ പറയുന്നവയിൽ ദാരിദ്ര്യ നിർമ്മാർജ്ജനം ലക്ഷ്യമാക്കി സംസ്ഥാന തദ്ദേശ സ്വയംഭരണ വകുപ്പ് ആവിഷ്കരിച്ച കുടുംബശ്രീയുമായി യോജിക്കുന്ന പ്രസ്താവന അഥവാ പ്രസ്താവനകൾ കണ്ടെത്തുക.
ഒന്നാമത്തെ പ്രസ്താവന പറയുന്നത് കുടുംബശ്രീ സംഘടനാ സംവിധാനത്തിലെ അടിസ്ഥാന ഘടകം അയൽക്കൂട്ടങ്ങളാണ്. രണ്ടാമത്തെ പ്രസ്താവന പറയുന്നത് വാർഡ് തലത്തിൽ ഓരോ അയൽക്കൂട്ടങ്ങളിൽ നിന്നും പ്രതിനിധികളെ ഏർപ്പെടുത്തി രൂപീകരിക്കുന്നതാണ് ഏരിയ ഡെവലപ്മെന്റ് സൊസൈറ്റി. കുടുംബശ്രീ സംവിധാനത്തിന്റെ അടിത്തറയായ ലഘു സമ്പാദ്യ പദ്ധതിയാണ് മൈക്രോ ഫിനാൻസ് പദ്ധതി. നാലാമത്തെ പ്രസ്താവന പറയുന്നത് സംസ്ഥാന സർക്കാരിന്റെ തദ്ദേശ സ്വയംഭരണ വകുപ്പിന്റെ നിയന്ത്രണത്തിലാണ് കുടുംബ പ്രവർത്തിക്കുന്നത്. ഇവിടെ ആൻസർ ആയിട്ട് വരുന്നത് ഓപ്ഷൻ ഡി ഇവയെല്ലാം ആണ് കേട്ടോ. അപ്പൊ ഒന്നുകൂടെ പറയാം, കുടുംബശ്രീ സംഘടനാ സംവിധാനത്തിലെ അടിസ്ഥാന ഘടകം ഏതാണ്? കുടുംബശ്രീ സംഘടനാ സംവിധാനത്തിലെ അടിസ്ഥാന ഘടകം ചോദിച്ചാൽ അത് അയൽക്കൂട്ടങ്ങളാണ് കേട്ടോ, അയൽക്കൂട്ടങ്ങൾ. ഇനി വാർഡ് തലത്തില് ഓരോ അയൽക്കൂട്ടത്തിൽ നിന്നും പ്രതിനിധികളെ ഏർപ്പെടുത്തി രൂപീകരിക്കുന്നതാണ് ഏരിയ ഡെവലപ്മെന്റ് സൊസൈറ്റി അഥവാ ADS എന്നറിയപ്പെടുന്നത് കേട്ടോ. ഇനി കുടുംബശ്രീ സംവിധാനത്തിന്റെ അടിത്തറയായ ലഘു സമ്പാദ്യ പദ്ധതി ഏതാണ്? അത് മൈക്രോ ഫിനാൻസ് ആണ്. കുടുംബശ്രീ സംവിധാനത്തിലെ അടിത്തറയായ ലഘു സമ്പാദ്യ പദ്ധതി ഏതാണ്? അത് മൈക്രോ ഫിനാൻസ് ആണ്. സംസ്ഥാന സർക്കാരിന്റെ തദ്ദേശ സ്വയംഭരണ വകുപ്പിന്റെ നിയന്ത്രണത്തിലാണ് കുടുംബശ്രീ പ്രവർത്തിക്കുന്നത് കേട്ടോ. ഇനി കുടുംബശ്രീ പദ്ധതി ഉദ്ഘാടനം ചെയ്യപ്പെട്ട തീയതി എന്നാണ്? കുടുംബശ്രീ പദ്ധതി ഉദ്ഘാടനം ചെയ്യപ്പെട്ട തീയതി എന്നാണ്? അത് 1998 മെയ് 17 കേട്ടോ. ഉദ്ഘാടനം ചെയ്ത പ്രധാനമന്ത്രി ആരാണ്? അത് അടൽ ബിഹാരി വാജ്പേയി ആണ് കേട്ടോ, AP വാജ്പേയി. ഇനി ഏഷ്യയിലെ തന്നെ ഏറ്റവും വലിയ സ്ത്രീ കൂട്ടായ്മ എന്നറിയപ്പെടുന്ന ഏതാണ്? ഏഷ്യയിലെ തന്നെ ഏറ്റവും വലിയ സ്ത്രീ കൂട്ടായ്മ എന്നറിയപ്പെടുന്നത് കുടുംബശ്രീ ആണ് കേട്ടോ, കുടുംബശ്രീ. ഇനി പരീക്ഷണാടിസ്ഥാനത്തില് കുടുംബശ്രീ പദ്ധതി ആരംഭിച്ചത് എവിടെയാണ്? പരീക്ഷണാടിസ്ഥാനത്തില് കുടുംബശ്രീ പദ്ധതി ആരംഭിച്ചത് ഏത് ജില്ലയിലാണ്? അത് ആലപ്പുഴ ജില്ലയിലാണ് കേട്ടോ. വാർഡ് തലത്തിൽ ഓരോ അയൽക്കൂട്ടങ്ങളിൽ നിന്നും പ്രതിനിധികളെ ഉൾപ്പെടുത്തി രൂപീകരിക്കുന്നതാണ് ഏരിയ ഡെവലപ്മെന്റ് സൊസൈറ്റി അഥവാ ADS എന്നറിയപ്പെടുന്നത്. വാർഡ് തലത്തിൽ ഓരോ അയൽക്കൂട്ടത്തിൽ നിന്നും പ്രതിനിധികളെ ഉൾപ്പെടുത്തി രൂപീകരിക്കുന്നതാണ് ഏരിയ ഡെവലപ്മെന്റ് സൊസൈറ്റി എന്നറിയപ്പെടുന്നത്. ഇനി 31ാമത്തെ ക്വസ്റ്റ്യൻ, കണ്ണുനീരിൽ അടങ്ങിയിരിക്കുന്ന രാസാഗ്നി ഏതാണ്? ഓപ്ഷൻ എ പെപ്സിൻ, ഓപ്ഷൻ ബി ലൈസോസൈം, ഓപ്ഷൻ സി ട്രിപ്സിൻ, ഓപ്ഷൻ ഡി അമിലേസ്. അത് ഓപ്ഷൻ ബി ലൈസോസൈം ആണ് കേട്ടോ, ലൈസോസൈം ആണ് കേട്ടോ. ഇനി കണ്ണുനീരിൽ അടങ്ങിയിരിക്കുന്ന രാസാഗ്നിയാണ് ലൈസോസൈം എന്നറിയപ്പെടുന്നത്. ഇനി ഉമിനീരിൽ കാണപ്പെടുന്ന രാസാഗ്നി ഏതാണ്? ഉമിനീരിൽ കാണപ്പെടുന്ന രാസാഗ്നി ചോദിച്ചാൽ അത് സലൈവറി അമിലേസ് ആണ് കേട്ടോ, സലൈവറി അമിലേസ്. ഇനി ആമാശയ രസത്തിൽ കാണപ്പെടുന്ന രാസാഗ്നികളാണ് പെപ്സിനും റെനിനും. ആമാശയ രസത്തിൽ കാണപ്പെടുന്ന രാസാഗ്നി ചോദിച്ചാൽ അതാണ് പെപ്സിനും റെനിനും. ഇനി ആഗ്നേയ രസത്തിൽ കാണപ്പെടുന്ന രാസാഗ്നി ചോദിച്ചാൽ അത് ട്രിപ്സിൻ ആണ് കേട്ടോ. ആഗ്നേയ രസത്തിൽ കാണപ്പെടുന്ന രാസാഗ്നി ചോദിച്ചാൽ അത് ട്രിപ്സിൻ ആണ്, ട്രിപ്സിൻ. ഇനി 32ാമത്തെ ക്വസ്റ്റ്യൻ, ഓട്ടിസം ബാധിച്ചവരുടെ സമഗ്ര പുരോഗതിക്കായി കേരള സാമൂഹ്യ സുരക്ഷാ മിഷൻ നടപ്പിലാക്കുന്ന പദ്ധതിയുടെ പേരെന്താണ്? ഓപ്ഷൻ എ ജീവനം, ഓപ്ഷൻ ബി ശരണ്യ, ഓപ്ഷൻ സി സ്നേഹപൂർവം, ഓപ്ഷൻ ഡി സ്പെക്ട്രം. അത് ഓപ്ഷൻ ഡി സ്പെക്ട്രം ആണ് കേട്ടോ. ഓട്ടിസം ബാധിച്ചവരുടെ സമഗ്ര പുരോഗതിക്കായി കേരള സാമൂഹ്യ സുരക്ഷാ മിഷൻ നടപ്പിലാക്കുന്ന പദ്ധതിയാണ് സ്പെക്ട്രം എന്നറിയപ്പെടുന്നത്. ഇനി വിധവകള്, വിവാഹമോചിതരായ വനിതകള്, അവിവാഹിതരായ അമ്മമാർ തുടങ്ങി പിന്നോക്ക അവസ്ഥയിലുള്ള സ്ത്രീകൾക്കായി തുടങ്ങിയ സ്വയം തൊഴിൽ പദ്ധതി ഏതാണ്? അത് ശരണ്യാണ് കേട്ടോ. വിധവകള്, വിവാഹമോചിതരായ വനിതകള്, അവിവാഹിതരായ അമ്മമാർ തുടങ്ങിയ പിന്നോക്കാവസ്ഥയിലുള്ള സ്ത്രീകൾക്കായി തുടങ്ങിയ സ്വയം തൊഴിൽ പദ്ധതി അറിയപ്പെടുന്ന പേരാണ് അത് ശരണ്യാണ് കേട്ടോ. ഓട്ടിസം ബാധിച്ചവരുടെ സമഗ്ര പുരോഗതിക്കായി കേരള സാമൂഹ്യ സുരക്ഷാ മിഷൻ നടപ്പിലാക്കുന്ന പദ്ധതിയുടെ പേരാണ് സ്പെക്ട്രം എന്നറിയപ്പെടുന്നത് കേട്ടോ, സ്പെക്ട്രം. കുറ്റകൃത്യങ്ങൾക്ക് ഇരയായി മരണപ്പെടുന്നവരുടെ ആശ്രിതർക്കും ഗുരുതര പരിക്ക് പറ്റിയവർക്കും പുനരധിവാസത്തിനായി സ്വയം തൊഴിൽ സംരംഭം ആരംഭിക്കുന്നതിനായി ഗുണഭോക്താക്കൾക്ക് ഒറ്റത്തവണ ധനസഹായമായി 20,000 രൂപ നൽകുന്ന സാമൂഹ്യ നീതി വകുപ്പിന്റെ പദ്ധതി ഏത് പേരിലാണ് അറിയപ്പെടുന്നത്? അത് ജീവനമാണ് കേട്ടോ, ജീവനം. ഇനി അടുത്ത ക്വസ്റ്റ്യൻ, 38ാമത്തെ ക്വസ്റ്റ്യൻ, സിപ്കോ പ്രസ്ഥാനത്തിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ടുകൊണ്ട് രൂപം കൊണ്ട പരിസ്ഥിതി സംഘടനയായ അപ്പിക്കോ ഇന്ത്യയിലെ ഏത് സംസ്ഥാനവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? അത് ഓപ്ഷൻ എ കർണാടകയാണ് കേട്ടോ. സിപ്കോ പ്രസ്ഥാനത്തിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ടുകൊണ്ട് രൂപം കൊണ്ട പരിസ്ഥിതി സംഘടനയായ അപ്പിക്കോ ഇന്ത്യയിലെ ഏത് സംസ്ഥാനവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? അത് കർണാടക സംസ്ഥാനമായിട്ടാണ് കേട്ടോ. ഇനി വൃക്ഷങ്ങളെയും വനങ്ങളെയും സംരക്ഷിക്കുന്നതിനായി കർണാടകയിൽ നിലവിൽ വന്ന പ്രസ്ഥാനമാണ് അപ്പിക്കോ മൂവ്മെന്റ് എന്നറിയപ്പെടുന്നത് കേട്ടോ. വൃക്ഷങ്ങളെയും വനങ്ങളെയും സംരക്ഷിക്കുന്നതിന് വേണ്ടി കർണാടകയിൽ നിലവിൽ വന്ന പ്രസ്ഥാനം ഏതാണെന്ന് ചോദിച്ചാൽ അത്
അപ്പിക്കോ മൂവ്മെന്റ് ആണ്. ആരംഭിച്ച വർഷം 1983 കേട്ടോ. 1983 നേതൃത്വം നൽകിയത് പാണ്ഡുരംഗ ഹെഗ്ഡെയാണ് കേട്ടോ. നേതൃത്വം നൽകിയത് പാണ്ഡുരംഗ ഹെഗ്ഡെയാണ്. വൃക്ഷങ്ങളെയും വനങ്ങളെയും സംരക്ഷിക്കുന്നതിന് വേണ്ടി ഉത്തരാഖണ്ഡിൽ നിലവിൽ വന്ന പ്രസ്ഥാനം ചോദിച്ചാൽ അത് ചിപ്കോ പ്രസ്ഥാനമാണ് കേട്ടോ. ചിപ്കോ പ്രസ്ഥാനമാണ്. ഇനി ചിപ്കോ പ്രസ്ഥാനം ആരംഭിച്ച സ്ഥലം എവിടെയാണ്? അത് ഉത്തരാഖണ്ഡിലെ ചമോലിയിലാണ് കേട്ടോ. ഉത്തരാഖണ്ഡിലെ ചമോലി. ഇനി ചിപ്കോ മൂവ്മെന്റിന് നേതൃത്വം നൽകിയ വ്യക്തി ആരാണ്? അത് സുന്ദർലാൽ ബഹുഗുണയാണ് കേട്ടോ. ചിപ്കോ പ്രസ്ഥാനത്തിന് നേതൃത്വം നൽകിയ വ്യക്തി ആരാണ്? അത് സുന്ദർലാൽ ബഹുഗുണയാണ്. ഇനി ചിപ്കോ മൂവ്മെന്റ് ആരംഭിച്ച വർഷം ചോദിച്ചാൽ അത് 1973 കേട്ടോ. ചിപ്കോ മൂവ്മെന്റ് ആരംഭിച്ച വർഷം 1973. ഇനി ചിപ്കോ എന്ന വാക്കിന്റെ അർത്ഥം ചോദിച്ചാൽ അത് മരത്തെ ആലിംഗനം ചെയ്യുക കേട്ടോ. മരത്തെ ആലിംഗനം ചെയ്യുക. ഇനി 34ാമത്തെ ക്വസ്റ്റ്യൻ. ചുവടെ കൊടുത്തിരിക്കുന്നവയിൽ നിന്നും ജീവിതശൈലി രോഗങ്ങൾ തിരിച്ചറിഞ്ഞെഴുതുക. ഒന്നാമത് പറഞ്ഞിരിക്കുന്നത് ഫാറ്റി ലിവർ, രണ്ടാമത് പറഞ്ഞിരിക്കുന്നത് പ്രമേഹം, മൂന്നാമത് പറഞ്ഞിരിക്കുന്നത് ഹീമോഫീലിയ. ജീവിതശൈലി രോഗങ്ങൾ തിരഞ്ഞെടുക്കാനാണ് ചോദിച്ചത്. ഒന്നാമത് പറഞ്ഞിരിക്കുന്നത് ഫാറ്റി ലിവർ, രണ്ടാമത് പറഞ്ഞിരിക്കുന്നത് പ്രമേഹം, മൂന്നാമത് പറഞ്ഞിരിക്കുന്നത് ഹീമോഫീലിയ. അപ്പം ആൻസർ ആയിട്ട് വരുന്നത് ഓപ്ഷൻ സി 1ഉം 2ഉം ആണ് കേട്ടോ. 1ഉം 2ഉം ഏതൊക്കെയാണ്? ഫാറ്റി ലിവറും പ്രമേഹവും കേട്ടോ. അപ്പം ഇൻസുലിന്റെ കുറവോ പ്രവർത്തന വൈകല്യമോ മൂലം ഉണ്ടാകുന്ന ജീവിതശൈലി രോഗം ചോദിച്ചാൽ അത് പ്രമേഹമാണ് കേട്ടോ. ഇൻസുലിന്റെ കുറവോ പ്രവർത്തന വൈകല്യമോ മൂലം ഉണ്ടാകുന്ന ജീവിതശൈലി രോഗം ചോദിച്ചാൽ അത് പ്രമേഹമാണ്. ഇനി കരളില് കൊഴുപ്പ് അടിഞ്ഞുകൂടുവാൻ ഇടയാക്കുന്ന ജീവിതശൈലി രോഗം ഏതാണ്? കരളില് കൊഴുപ്പ് അടിഞ്ഞുകൂടുവാൻ ഇടയാക്കുന്ന ജീവിതശൈലി രോഗം ചോദിച്ചാൽ അത് ഫാറ്റി ലിവർ ആണ് കേട്ടോ. ഫാറ്റി ലിവർ. ഇനി രാജകീയ രോഗം, ക്രിസ്മസ് രോഗം, ബ്ലീഡേഴ്സ് രോഗം എന്നീ പേരുകളിൽ അറിയപ്പെടുന്ന ഒരു ജനിതക രോഗമാണ് ഹീമോഫീലിയ എന്നറിയപ്പെടുന്നത് കേട്ടോ. ഹീമോഫീലിയ. ഇനി ഹീമോഫീലിയ ദിനം ചോദിച്ചാൽ അത് എന്നാണ്? ഹീമോഫീലിയ ദിനം അത് ഏപ്രിൽ 17 ഏപ്രിൽ 17 കേട്ടോ. ഏപ്രിൽ 17. ഇനി 35ാമത്തെ ക്വസ്റ്റ്യൻ. കോൺവെക്സ് ദർപ്പണവുമായി ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവനകൾ ഏതാ? ഒന്നാമത് പറഞ്ഞിരിക്കുന്നത് വളരെ അകലെയുള്ള പ്രകാശരശ്മികളെ മുഖ്യ ഫോക്കസിലേക്ക് കേന്ദ്രീകരിക്കുന്നു. രണ്ടാമത് പറഞ്ഞിരിക്കുന്നത് പ്രതിബിംബം എപ്പോഴും മുഖ്യ ഫോക്കസിനും ഹോളിനും ഇടയിൽ രൂപപ്പെടുന്നു. മൂന്നാമത് പറഞ്ഞിരിക്കുന്നത് റിയർ വ്യൂ മിററായി ഉപയോഗിക്കുന്നു. അപ്പൊ ഇവിടെ ആൻസർ ആയിട്ട് വരുന്നത് ഓപ്ഷൻ സി ആണ്. 2ഉം 3ഉം മാത്രമാണ് ശരിയായിട്ടുള്ളത് കേട്ടോ. കോൺവെക്സ് ദർപ്പണവുമായി ബന്ധപ്പെട്ട ശരിയായിട്ടുള്ള പ്രസ്താവനകൾ ഏതൊക്കെയാണ്? പ്രതിബിംബം എല്ലായ്പ്പോഴും മുഖ്യ ഫോക്കസിനും ഹോളിനും ഇടയിൽ രൂപപ്പെടുന്നു. റിയർ വ്യൂ മിററായി ഉപയോഗിക്കുന്നു. ഇനി വളരെ അകലെയുള്ള പ്രകാശരശ്മികളെ മുഖ്യ ഫോക്കസിലേക്ക് കേന്ദ്രീകരിക്കുന്ന ദർപ്പണം ചോദിച്ചാൽ അത് കോൺകേവ് ദർപ്പണമാണ് കേട്ടോ. വളരെ അകലെയുള്ള പ്രകാശരശ്മികളെ മുഖ്യ ഫോക്കസിലേക്ക് കേന്ദ്രീകരിക്കുന്ന ദർപ്പണം ചോദിച്ചാൽ അത് കോൺകേവ് ദർപ്പണമാണ്. ഇനി മധ്യത്തില് കനം കൂടിയതും വക്കുകൾക്ക് കനം കുറഞ്ഞതുമായ ലെൻസ് ഏത് പേരിൽ അറിയപ്പെടുന്നു? മധ്യത്തില് കനം കൂടിയതും വക്കുകൾക്ക് കനം കുറഞ്ഞതുമായ ലെൻസ് ചോദിച്ചാൽ അത് കോൺവെക്സ് ലെൻസ് ആണ് കേട്ടോ. കോൺവെക്സ് ലെൻസ് ആണ്. ഇനി കോൺവെക്സ് ലെൻസിൽ രൂപപ്പെടുന്ന പ്രതിബിംബം എങ്ങനെയായിരിക്കും? യഥാർത്ഥവും തല കീഴായതും ആയിരിക്കും കേട്ടോ. എന്താണ്? കോൺവെക്സ് ലെൻസിൽ രൂപപ്പെടുന്ന പ്രതിബിംബം എപ്പോഴും യഥാർത്ഥവും തല കീഴായതുമായിരിക്കും. ഇനി ദീർഘദൃഷ്ടി അഥവാ ഹൈപ്പർ മെട്രോപ്പിയെ പരിഹരിക്കാൻ ഉപയോഗിക്കുന്ന ലെൻസ് ഏതാണ്? ദീർഘദൃഷ്ടി അഥവാ ഹൈപ്പർ മെട്രോപ്പിയെ പരിഹരിക്കാൻ ഉപയോഗിക്കുന്ന ലെൻസ് ചോദിച്ചാൽ അത് കോൺവെക്സ് ലെൻസ് ആണ് കേട്ടോ. വസ്തുക്കളെ വലുതായി കാണാൻ ഉപയോഗിക്കുന്ന ലെൻസ് ആണ് കോൺവെക്സ് ലെൻസ്. വസ്തുക്കളെ വലുതായി കാണാൻ ഉപയോഗിക്കുന്ന ലെൻസ് ഏതാണ്? അത് കോൺവെക്സ് ലെൻസ് ആണ് കേട്ടോ. ഇനി ഹ്രസ്വദൃഷ്ടി അഥവാ മയോപ്പിയ പരിഹരിക്കാൻ ഉപയോഗിക്കുന്ന ലെൻസ് ഏതാണ്? ഹ്രസ്വദൃഷ്ടി അഥവാ മയോപ്പിയ പരിഹരിക്കാൻ ഉപയോഗിക്കുന്ന ലെൻസ് ചോദിച്ചാൽ അത് കോൺകേവ് ലെൻസ് ആണ് കേട്ടോ. കോൺകേവ് ലെൻസും. ഇനി കോൺകേവ് ലെൻസിൽ രൂപപ്പെടുന്ന പ്രതിബിംബം എങ്ങനെയായിരിക്കും? കോൺകേവ് ലെൻസിൽ രൂപപ്പെടുന്ന പ്രതിബിംബം അത് എപ്പോഴും മിഥ്യയും നിവർന്നതും ആയിരിക്കും കേട്ടോ. മിഥ്യയും നിവർന്നതുമായിരിക്കും. ഇതെങ്ങനെയായിരിക്കും? മധ്യത്തില് കനം കുറഞ്ഞ് വക്കുകൾക്ക് കനം കൂടിയ ലെൻസാണ് കോൺകേവ് ലെൻസ് എന്നറിയപ്പെടുന്നത് കേട്ടോ. മധ്യത്തില് കനം കുറഞ്ഞ് വക്കുകൾക്ക് കനം കൂടിയിരിക്കുന്നതുമായ ലെൻസാണ് കോൺകേവ് ലെൻസ് എന്നറിയപ്പെടുന്നത്. ഇനി 36ാമത്തെ ക്വസ്റ്റ്യൻ. ഒരു ദ്രാവകത്തിൽ ഒരു വസ്തുവിന് അനുഭവപ്പെടുന്ന പ്ലവക്ഷമ ബലവുമായി ബന്ധപ്പെട്ട് താഴെ പറയുന്ന പ്രസ്താവനകളിൽ ശരിയായത് ഏതെന്ന് കണ്ടെത്തുക. ഒന്നാമത്തെ പ്രസ്താവന പറഞ്ഞിരിക്കുന്നത് പ്ലവക്ഷമ ബലം വസ്തുവിന്റെ വ്യാപ്തത്തെ ആശ്രയിക്കുന്നു. രണ്ടാമത്തെ പ്രസ്താവന പ്ലവക്ഷമ ബലം വസ്തു ആദേശം ചെയ്യുന്ന ദ്രാവകത്തിന്റെ ഭാരത്തിന് തുല്യമായിരിക്കും. മൂന്നാമത്തെ പ്രസ്താവന പറഞ്ഞിരിക്കുന്നത് പ്ലവക്ഷമ ബലം ആ ദ്രാവകത്തിന്റെ സാന്ദ്രതയെ സ്വാധീനിക്കുന്നു. ആൻസർ ആയിട്ട് വരുന്നത് ഓപ്ഷൻ ഡി ഇവയെല്ലാം ആണ് കേട്ടോ. അപ്പം പ്ലവക്ഷമ ബലം വസ്തുവിന്റെ വ്യാപ്തത്തെ ആശ്രയിക്കുന്നു.
പ്ലവക്ഷമ ബലം വസ്തു ആദേശം ചെയ്യുന്ന ദ്രാവകത്തിന്റെ ഭാരത്തിന് തുല്യമായിരിക്കും. ഇനി പ്ലവക്ഷമ ബലം ആ ദ്രാവകത്തിന്റെ സാന്ദ്രതയെ സ്വാധീനിക്കുന്നു. ഇനി ഒരു വസ്തു ദ്രവത്തിൽ ഭാഗികമായോ പൂർണ്ണമായോ മുങ്ങിയിരിക്കുമ്പോൾ ആ ദ്രവം വസ്തുവിൽ പ്രയോഗിക്കുന്ന ബലം അറിയപ്പെടുന്ന പേരെന്താണ്? ഒരു വസ്തു ദ്രവത്തിൽ ഭാഗികമായോ പൂർണ്ണമായോ മുങ്ങിയിരിക്കുമ്പോൾ ആ ദ്രവം വസ്തുവിൽ പ്രയോഗിക്കുന്ന ബലമാണ് പ്ലവക്ഷമ ബലം എന്നറിയപ്പെടുന്നത് കേട്ടോ. ഉദാഹരണം പറഞ്ഞാല് ഹൈഡ്രജൻ നിറച്ച ബലൂൺ വായുവിൽ ഉയർന്നു പറക്കുന്നു. എന്താണ്? ഹൈഡ്രജൻ നിറച്ച ബലൂൺ വായുവിൽ ഉയർന്നു പറക്കുന്നു. ഇത് പ്ലവക്ഷമ ബലത്തിന് ഉദാഹരണമാണ് കേട്ടോ. ഇനി ഒരു ദ്രാവകത്തില് ഒരു വസ്തുവിന് അനുഭവപ്പെടുന്ന പ്ലവക്ഷമ ബലത്തെ സ്വാധീനിക്കുന്ന ഘടകങ്ങളാണ് ദ്രാവകത്തിന്റെ സാന്ദ്രത, വസ്തുവിന്റെ വ്യാപ്തം. ഒരു ദ്രാവകത്തില് ഒരു വസ്തുവിന് അനുഭവപ്പെടുന്ന പ്ലവക്ഷമ ബലത്തെ സ്വാധീനിക്കുന്ന ഘടകങ്ങൾ ചോദിച്ചാൽ അത് ദ്രാവകത്തിന്റെ സാന്ദ്രതയും വസ്തുവിന്റെ വ്യാപ്തവുമാണ് കേട്ടോ. ഇനി ഒരു വസ്തു ദ്രവത്തിലായിരിക്കുമ്പോൾ അനുഭവപ്പെടുന്ന പ്ലവക്ഷമ ബലം കണക്കാക്കുന്ന രീതി ചോദിച്ചാൽ അത് വസ്തുവിന് ആ ദ്രവത്തിലുണ്ടായ ഭാരക്കുറവ് കണ്ടെത്തുന്നതിലൂടെയാണ്. എന്താണ്? ഒരു വസ്തു ദ്രവത്തിലായിരിക്കുമ്പോൾ അനുഭവപ്പെടുന്ന പ്ലവക്ഷമ ബലം കണക്കാക്കുന്ന രീതി വസ്തുവിന് ആ ദ്രവത്തിലുണ്ടായ ഭാരക്കുറവ് കണ്ടെത്തുന്നതിലൂടെയാണ് കേട്ടോ. ഇനി 37ാമത്തെ ക്വസ്റ്റ്യൻ, ISROയുടെ ചന്ദ്രയാൻ 3 ദൗത്യവുമായി ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവനകൾ ഏത്? ഒന്നാമത്തെ പ്രസ്താവന, 2023 ജൂലൈ 14 സതീഷ് ധവാൻ ബഹിരാകാശ കേന്ദ്രത്തിൽ നിന്ന് വിക്ഷേപിച്ചു. രണ്ടാമത്തെ പ്രസ്താവന, 2023 ഓഗസ്റ്റ് 5 ചന്ദ്രന്റെ ഭ്രമണപഥത്തിൽ പ്രവേശിച്ചു. മൂന്നാമത്തെ പ്രസ്താവന, 2023 ഓഗസ്റ്റ് 23 ചന്ദ്രന്റെ ദക്ഷിണ ധ്രുവത്തിന് സമീപം ലാൻഡ് ചെയ്തു. ഇപ്പൊ ഇവിടെ ആൻസർ ആയിട്ട് വരുന്നത് ഓപ്ഷൻ എ എല്ലാം ശരിയാണ് കേട്ടോ. ഏതൊക്കെയാണ്? 2023 ജൂലൈ 14 സതീഷ് ധവാൻ ബഹിരാകാശ കേന്ദ്രത്തിൽ നിന്ന് വിക്ഷേപിച്ചു. ഏതാ? ചന്ദ്രയാൻ 3. ഇനി 2023 ഓഗസ്റ്റ് 5 ചന്ദ്രന്റെ ഭ്രമണപഥത്തിൽ പ്രവേശിച്ചു. 2023 ഓഗസ്റ്റ് 23 ചന്ദ്രന്റെ ദക്ഷിണ ധ്രുവത്തിന് സമീപം ലാൻഡ് ചെയ്തു. ഇനി ചന്ദ്രനിൽ പേടകം ഇറക്കുന്ന 4ാമത്തെ രാജ്യമാണ് ഇന്ത്യ കേട്ടോ. ചന്ദ്രനിൽ പേടകം ഇറക്കുന്ന 4ാമത്തെ രാജ്യം ചോദിച്ചാൽ അത് ഇന്ത്യയാണ്. ഇനി 38ാമത്തെ ക്വസ്റ്റ്യൻ, എക്സ് എന്ന മൂലകത്തിന്റെ ആറ്റത്തിൽ 3 ഷെല്ലുകളുണ്ട്. ഈ മൂലകത്തിന്റെ ബാഹ്യതമ ഷെല്ലിൽ ഒരു ഇലക്ട്രോൺ അടങ്ങിയിരിക്കുന്നു. ഈ മൂലകം ഏത് പീരീഡിലും ഗ്രൂപ്പിലും ഉൾപ്പെടുന്നു? ഓപ്ഷൻ എ 4ാം പീരീഡ് 6ാം ഗ്രൂപ്പ്, ഓപ്ഷൻ ബി 3ാം പീരീഡ് 1ാം ഗ്രൂപ്പ്, ഓപ്ഷൻ സി 6ാം പീരീഡ് 4ാം ഗ്രൂപ്പ്, ഓപ്ഷൻ ഡി പറയുന്നത് 1ാം പീരീഡ് 3ാം ഗ്രൂപ്പ്. ആൻസർ ആയിട്ട് വരുന്നത് 3ാം പീരീഡ് 1ാം ഗ്രൂപ്പ് ആണ് കേട്ടോ. അപ്പം എക്സ് എന്ന മൂലകത്തിന്റെ ആറ്റത്തില് 3 ഷെല്ലുകളുണ്ട്. ഈ മൂലകത്തിന്റെ ബാഹ്യതമ ഷെല്ലിൽ ഒരു ഇലക്ട്രോൺ അടങ്ങിയിരിക്കുന്നു. ഈ മൂലകം എന്ന് പറയുന്നത് 3ാം പീരീഡിലും 1ാം ഗ്രൂപ്പിലുമാണ് അടങ്ങിയിട്ടുള്ളത് കേട്ടോ. ഇനി 39ാമത്തെ ക്വസ്റ്റ്യൻ, വാതക തന്മാത്രയുമായി ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവനകൾ കണ്ടെത്തുക. ഒന്നാമത്തെ പ്രസ്താവന, വാതക തന്മാത്രകൾ തമ്മിലുള്ള അകലം വളരെ കുറവായിരിക്കും. രണ്ടാമത്തെ പ്രസ്താവന, വാതക തന്മാത്രകളുടെ ഊർജം വളരെ കൂടുതലായിരിക്കും. മൂന്നാമത്തെ പ്രസ്താവന, വാതക തന്മാത്രകളുടെ കൂട്ടിമുട്ടലുകൾ പൂർണ്ണമായും ഇലാസ്തിക സ്വഭാവമുള്ളതിനാൽ ഊർജനഷ്ടം സംഭവിക്കുന്നില്ല. ആൻസർ ആയിട്ട് വരുന്നത് ഓപ്ഷൻ സി ആണ്. 2ഉം 3ഉം മാത്രമാണ് ശരിയായിട്ടുള്ളത് കേട്ടോ. ഏതൊക്കെയാണ്? വാതക തന്മാത്രകളുടെ ഊർജം വളരെ കൂടുതലായിരിക്കും. വാതക തന്മാത്രകളുടെ ഊർജം വളരെ കൂടുതലായിരിക്കും. ഇനി വാതക തന്മാത്രകളുടെ കൂട്ടിമുട്ടലുകൾ പൂർണ്ണമായും ഇലാസ്തിക സ്വഭാവമുള്ളതിനാൽ ഊർജനഷ്ടം സംഭവിക്കുന്നില്ല. ഇനി വാതക തന്മാത്രകൾ തമ്മിലുള്ള അകലം എപ്പോഴും വളരെ കൂടുതലായിരിക്കും കേട്ടോ. കുറവല്ല, അത് കൂടുതലായിരിക്കും. വാതക തന്മാത്രകൾ തമ്മിലുള്ള അകലം കൂടുതലായിരിക്കും. ഇനി വാതക തന്മാത്രകളുടെ ചലന സ്വാതന്ത്ര്യം എപ്പോഴും വളരെ കൂടുതലായിരിക്കും. വാതക തന്മാത്രകളുടെ ചലന സ്വാതന്ത്ര്യം കൂടുതലായിരിക്കും. തന്മാത്രകൾ തമ്മിലുള്ള ആകർഷണ ബലം എന്താണ്? വളരെ കുറവായിരിക്കും കേട്ടോ. തന്മാത്രകൾ തമ്മിലുള്ള ആകർഷണ ബലം എന്താണ്? വളരെ കുറവായിരിക്കും. 40ാമത്തെ ക്വസ്റ്റ്യൻ, 2023 രസതന്ത്ര നോബൽ പ്രൈസ് പുരസ്കാരം താഴെ പറയുന്നവയിൽ ഏത് വിഷയവുമായി ബന്ധപ്പെട്ടാണെന്ന് കണ്ടെത്തുക. ഓപ്ഷൻ എ ലിഥിയം അയൺ ബാറ്ററിയുടെ വികസനം, ഓപ്ഷൻ ബി ഇലക്ട്രോൺ ഡൈനാമിക്സ് പഠനം, ഓപ്ഷൻ സി അസിമെട്രിക് ഓർഗാനോ കാറ്റലിസിസ് വികസിപ്പിച്ചത്, ഓപ്ഷൻ ഡി ക്വാണ്ടം ഡോട്ടുകളുടെ കണ്ടുപിടുത്തവും അതിന്റെ സങ്കലനവും. അത് ഓപ്ഷൻ ഡി ആണ് കേട്ടോ. ക്വാണ്ടം ഡോട്ടുകളുടെ കണ്ടുപിടുത്തവും അതിന്റെ സങ്കലനവും. ഇനി 2024 രസതന്ത്ര നോബലിന്റെ വിഷയം എന്തായിരുന്നു? എന്തിന്റെ കണ്ടുപിടുത്തത്തിനായിരുന്നു? 2024 രസതന്ത്ര നോബൽ പുരസ്കാരത്തിന് അർഹമായ കണ്ടുപിടുത്തം ചോദിച്ചാൽ അത്
കമ്പ്യൂട്ടേഷണൽ പ്രോട്ടീൻ ഡിസൈനുമായി ബന്ധപ്പെട്ട ഗവേഷണങ്ങൾക്കാണ് കേട്ടോ. കമ്പ്യൂട്ടേഷണൽ പ്രോട്ടീൻ ഡിസൈനുമായി ബന്ധപ്പെട്ട ഗവേഷണത്തിനാണ് പുരസ്കാരം ലഭിച്ചത്. ഇനി 2025 രസതന്ത്ര നോബൽ പ്രൈസ് ആർക്കൊക്കെയാണ്? സുസുമ കിറ്റാഗാവ, രണ്ടാമത്തെ വ്യക്തി റിച്ചാർഡ് റോബ്സൺ, പിന്നെ ആരാണ്? ഒമർ എം യാഖി. ആരൊക്കെയാണ്? സുസുമ കിറ്റാഗാവ, റിച്ചാർഡ് റോബ്സൺ, ഒമർ എം യാഖി. ഇനി പുരസ്കാരം എന്തിനു വേണ്ടിയിട്ടായിരുന്നു? അത് മെറ്റൽ ഓർഗാനിക് ഫ്രെയിം വർക്കുകളുടെ വികസനത്തിനാണ്. ഒന്നുകൂടെ പറയാം, 2025 രസതന്ത്ര നോബൽ 3 വ്യക്തികൾക്കാണ്. സുസുമ കിറ്റാഗാവ, റിച്ചാർഡ് റോബ്സൺ, ഒമർ എം യാഖി. പുരസ്കാരം എന്തിനു വേണ്ടിയായിരുന്നു? എന്തിന്റെ കണ്ടുപിടുത്തത്തിനായിരുന്നു? അത് മെറ്റൽ ഓർഗാനിക് ഫ്രെയിം വർക്കുകളുടെ വികസനത്തിനാണ് കേട്ടോ. ഇന്ന് നമ്മള് 40 ക്വസ്റ്റ്യൻ ആണ് നോക്കുന്നത് കേട്ടോ. ബാക്കി സ്പെഷ്യൽ ടോപ്പിക് മാത്സും ഒക്കെയാണ്.